ദൈവത്തിന് മഹത്വം. Glory be to God. അനുഗ്രഹീതമായ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ തന്നെ ദൈവസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവരായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. In the matchless and unique name of our Lord and Savior Jesus Christ, we convey affectionate greetings to all the beloved ones who have gathered here on the eve of the convention of this current season. ദൈവമക്കളുടെയും കർത്താവിന്റെ ശുശ്രൂഷക്കാരുടെയും വളരെ നാളത്തെ ആഗ്രഹത്തിന്റെയും പ്രവർത്തനത്തിന്റെയും പ്രതിഫലമായിട്ടാണ് ഇന്നിങ്ങനെ ഇവിടെ ഒരു യോഗം ക്രമീകരിപ്പാനിടയായിത്തീർന്നു. It is because of the outcome of the incessant praise of the saints of God, of the believers and the well-wishers of the part of the land, we got the opportunity to organize such a convention here in this fashion. ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമ്മെ തന്നെ താഴ്ത്തി ഹൃദയങ്ങളെ ഒരുക്കി ദൈവസ്ഥനായിരുന്നപ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. When we have gathered in the presence of God, humbled ourselves, and we were in the spirit of prayer, the Lord is able to bless us abundantly. തുടർന്ന് നമ്മെ അനുഗ്രഹിപ്പാനായിട്ട് ഹൃദയവാഞ്ചയോട് ഒരുക്കത്തോട് നമുക്ക് ദൈവസന്നിധാനത്തിൽ കാത്തിരിക്കാം. In furtherance, God must bless us prosperously, for which, with the ultimate preparation, let's keep ourselves in the presence of God. എബ്രായ ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. Let's move on to Hebrews, read chapter 6, verse number 19. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ, നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതുമാണ്. Which hope we have as an anchor of the soul, both sure and steadfast, and which entereth into that within the veil. അവിടേക്ക് യേശു മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി പ്രവേശിച്ചിരിക്കുകയാണ്. Lord Jesus Christ entered there for us forever, as after the order of Melchizedek. യേശു ഇരിക്കുന്ന അതേ സ്ഥാനത്താണ് പുതിയ സമയം ഇരിക്കേണ്ടത്. New Testament church is expected to be seated in the same place where Lord Jesus Christ is. ജയിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയുണ്ടായി. The Holy Spirit of God reminded, he who overcomes shall be granted to sit me in my own throne. യേശു ഇരിക്കുന്ന അതേ സ്ഥാനത്ത് എന്നെത്തുവാനായിട്ട് ദൈവം നമുക്ക് മനോഹരമായ പ്രത്യാശ നൽകിയിരിക്കുകയാണ്. In order to describe the place where Lord Jesus Christ is, the Lord has given us mellifluous hope. ഈ പ്രത്യാശ പിതാക്കന്മാർ എത്തിപ്പിടിപ്പാൻ ആഗ്രഹിച്ച പ്രത്യാശ. This is a hope that ancestors keenly wanted to hold fast. പഴയ നിയമ ഭക്തന്മാരൊക്കെ തന്നെ ഈ പ്രത്യാശയെ ആഗ്രഹിപ്പാനായിട്ട് ഇടയായി തീർന്നു. All the Old Testaments hankered after this hope. ഈ പ്രത്യാശയെ കുറിച്ച് വിവിധ നിലയിൽ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ പരാമർശിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. The Holy Spirit of God in umpteen fashions describes this Holy Spirit. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഈ പ്രത്യാശ നിത്യ ജീവന്റെ പ്രത്യാശ. As we turn to Titus chapter 1, we understand this is the everlasting hope. വീണ്ടും തീത്തോസ് ലേഖനത്തിലേക്ക് വരും 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഈ പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശ. Again, coming to Titus chapter 2, verse 12, we understand this is the most blessed hope. റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈ പ്രത്യാശ തേജസ്സിന്റെ പ്രത്യാശ. Romans chapter 8, verse 3, this is a hope of glory. ഈ പ്രത്യാശ അതേ മുൻപിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ. This is hope that has been kept before us. ഇങ്ങനെ ഈ പ്രത്യാശയെ കുറിച്ച് വിവിധ നിലയിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിൽ പരാമർശിച്ചിരിക്കുകയാണ്. About this hope, in umpteen ways, the Holy Spirit of God has referred to. ഈ പ്രത്യാശയിലേക്ക് ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും എത്തിച്ചേരണം എന്ന ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ ദൈവവചനം അറിയിക്കുന്നതും ഇങ്ങനെ ഒരു കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നു. It is ultimate purpose with which all the people of God of this congregation should reach with the same thing only. This convention has been organized here. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിയാൽ When you focus attention onto the current world, താൽക്കാലികമായ ജീവിതത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്നവരെ കാണുവാനായിട്ട് കഴിയും. we come across people who focus attention onto the temporary life alone. പെന്തക്കോസ്ത് ലോകത്തിൽ നമുക്ക് അങ്ങനെയാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത്. Even the same is true with regard to the Pentecostal realm. അങ്ങനെയുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. Such a number is getting multiplied these days. വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? What does the
Saint Paul say, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാർ തരുന്നതാണ്. if we keep a hope upon Lord Jesus Christ only for this world, we are the most miserable of all. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെയുള്ള ഒരു വലിയ സമൂഹം ഉണ്ടായിരുന്നു. Even during the days of Lord Jesus Christ, there was such a vast multitude of people. അവർ യേശുവിനെ അനുഗമിച്ചത് അവരുടെ ഈ ആയുസ്സിലെ ഈ ശരീരത്തിലെ ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നടക്കണം അതിനുവേണ്ടിയായിരുന്നു. They follow Lord Jesus Christ while it in this body, following the things, the material things of the world for the physical things of the world only. അതിനപ്പുറത്തുള്ള അനുഭവത്തെ കുറിച്ച് അവർക്ക് കാണുവാനോ ഒന്നും സാധ്യമായി തീർന്നിരില്ല. Beyond which there is a life for which they did not have any kind of vision. അവർ രോഗസൗഖ്യത്തിനായിട്ട് യേശുവിന്റെ പിന്നാലെ വരികയുണ്ടായി. They followed Jesus Christ to have divine healing. ആ അപ്പം തന്നെ തൃപ്തരാകുവാൻ വേണ്ടി യേശുവിന്റെ പിന്നാലെ വന്നു. They followed the Lord to be satisfied with the bread. ഭൗമികമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ വേണ്ടി മാത്രമാണ് അവർ യേശുവിനെ അനുഗമിപ്പാനായിട്ട് ഇടയായി തീർന്നത്. With the ulterior motive of receiving only material blessings, they followed the Lord. എന്നാൽ മറ്റൊരു കൂട്ടർ ഈ നിത്യമായതിനെ കാംക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. On the contrary, we come across another group of people. They wanted to have life everlasting, therefore they followed the Lord. യേശു ഒരിക്കലും ഇപ്രകാരം പറയുകയുണ്ടായി, In one context, Jesus said, നിങ്ങൾ എന്റെ മാംസം തിന്നണം, എന്റെ രക്തം കുടിക്കണം. "Ye must eat my flesh and drink my blood." ഈ വാക്ക് കേട്ടപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞത് കഠിന വാക്കാണ്, ആർക്ക് കേൾപ്പാൻ കഴിയും? On hearing this, one group said that this is a hard word, who can exercise this? അന്ന് മുതൽ അവരിൽ പലരും യേശുവിനോട് സഞ്ചരിച്ചില്ല എന്നാണ് നാം വായിക്കുന്നത്. Since when we read, most of them did not follow the Lord. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, The Lord Jesus Christ told his disciples, അവരെല്ലാം പോയത് കണ്ടില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം. "They backtracked, if you are willing, you could also go back." അപ്പോൾ എന്താണ് പത്രോസ് പറയുന്നത്? Then what did Peter say? നിത്യാജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകും? "O Lord, with thee are the words of life everlasting, leaving thee, where shall we go?" ആഴത്തിൽ ഒരു ദൈവികമായ പ്രത്യാശ പ്രാപിച്ചവരായിരുന്നു പ്രിയപ്പെട്ടവരെ. People of God, we must hold fast a hope about the eternal ഈ kingdom of കൺവെൻഷനിൽ God. നമ്മുടെ പ്രത്യാശ പുതുപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. The word of God is proclaimed to you during the course of the convention in order to hold fast that glorious hope. ക്രൂശിക്കപ്പെട്ട യേശുവിനെ ഈ രാത്രികാലം ഞങ്ങൾ നിങ്ങളുടെ മധ്യേ ഉയർത്തുകയാണ്. Tonight we project unto you Christ the crucified. ഒരു സത്വർത്തമാനം ഇന്ന് രാത്രി ഞങ്ങൾ കോട്ടയം നിവാസികളെ അറിയിക്കുകയാണ്. Tonight we proclaim unto the inhabitants of the city of Kottayam a good tidings. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്ക് എങ്ങനെയാണ് ഈ പ്രത്യാശ ലഭിക്കുന്നത്? How do we hold fast to this ഈ hope? പ്രത്യാശ നമുക്ക് സുവിശേഷത്തിലൂടെയാണ് ലഭിക്കുന്നത്. Through the gospel we attain this. സുവിശേഷം നമുക്ക് ഈ പ്രത്യാശ നൽകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. The word of God reminds we have been given this gospel, this hope through the gospel. കൊലോസ്യരുടെ 1-23 വാക്യത്തിലേക്ക് വരുമ്പോൾ Come into Colossians chapter 1 verse number 23. വിശുദ്ധ പൗലോസ് സുവിശേഷത്തിലെ പ്രത്യാശയിൽ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിന്നുകൊണ്ടാൽ നിങ്ങൾ അങ്ങനെ അവന്റെ മുൻപിൽ നിൽക്കും. In the words of Saint Paul, if we continue in the faith, grounded and settled, and be not moved away from the hope of the gospel, which you heard and which you was preached to every creature which is under the sun, whereof and അതെ, against it. സുവിശേഷം നമുക്കൊരു പ്രത്യാശ നൽകുന്നു. True, this gospel supplies a hope. നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷം ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷമാണ് പ്രിയപ്പെട്ടവരെ. The hope which is given to us is there is an explicit image of Christ, who is the Son of God. വിശുദ്ധ പൗലോസ് വീണ്ടും പറയുന്നു, In the words of Saint Paul again, സുവിശേഷത്തിന്റെ മർമ്മം എന്ന് ഓർപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. the mystery of the gospel is declared unto you. ഒരു സുവിശേഷമുണ്ട്, സുവിശേഷത്തിന്റെ മർമ്മമുണ്ട് പ്രിയപ്പെട്ടവരെ. Beloved ones, there is a gospel. Meanwhile, there is a mystery of the gospel. ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, The glorious gospel Lord Jesus Christ, who is the explicit image of God. ഈ സുവിശേഷം യേശു തന്നെയാണ് പ്രിയപ്പെട്ടവരെ. This is a glorious gospel. ദൈവനാമത്തിനോട് സ്തോത്രം. Gratefully thank ദാവീദിന്റെ God. സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. Consider Lord Jesus Christ, who came from the seed of David, came to the world, lived, died, rose up. That's our gospel. ഈ സുവിശേഷമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. With the same gospel tonight we are standing before you. ഇന്ന് രാത്രികാലം അറിയിക്കുന്ന സുവിശേഷം നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കാൻ ഇടയായി തീരട്ടെ. The gospel which is declared unto you tonight must be able to multiply your hope. ആരെങ്കിലും ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ ആ നിത്യമായി
കാംക്ഷിക്കുവാൻ ഇന്ന് രാത്രികാലം ഈ സുവിശേഷത്തിൽ പ്രത്യാശ കൊണ്ടുവരട്ടെ. If anybody has built your testimony of the life of this world alone, may this gospel bring you under the everlasting hope of God tonight. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ When we analyze the word of God, പഴയ നിയമത്തിൽ തന്നെ സുവിശേഷം അറിയിച്ചായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. we understand different angles this gospel is proclaimed. ഒന്നാമത് സുവിശേഷം അറിയിച്ചത് നോഹയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. We understand first Noah preached the gospel. നോഹയുടെ കാലത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. During the days of Noah, the situation really in a duress സകല state. ജഡവും അവരുടെ വഴി വഷളാക്കിയിരുന്നു. All the flesh defiled their way. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. Earth was filled with iniquity, അഴിമതി കൊണ്ട് നിറഞ്ഞിരുന്നു. filled with corruption, അശുദ്ധി കൊണ്ട് നിറഞ്ഞിരുന്നു. filled with defilement. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഒരു സുവിശേഷവുമായിട്ട് നോഹ എഴുന്നേൽപ്പാനിടയായി തീർന്നത്. In such a backdrop with the gospel, Noah came there. നമ്മുടെ യേശു പ്രകാരം പറയുകയുണ്ടായി, In the words of Jesus Christ, നോഹയുടെ കാലം പോലെയും മനുഷ്യപുത്രന്റെ കാലമാകുമെന്ന് പറയുകയുണ്ടായി. like the days of Noah, so shall be the days of the Son of God. ലോത്തിന്റെ കാലം പോലെയും മനുഷ്യപുത്രന്റെ കാലമായിരിക്കും. Like the days of Lot, so shall be the days of Son of God. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നോഹ അന്ന് സുവിശേഷം അറിയിച്ചതുപോലെ As Noah declared the gospel then, ഈ നോഹയുടെ കാലം പോലുള്ള കാലത്തിൽ ഞങ്ങളും നിങ്ങളോട് സുവിശേഷം അറിയിക്കുകയാണ്. during these days we proclaim the gospel unto you. നോഹ 120 സംവത്സരം സുവിശേഷം അറിയിച്ചെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. Bible scholars opine Noah preached the gospel for 120 years. ബൈബിളിൽ നോഹയെ കുറിച്ച് നീതി പ്രസംഗിയായ നോഹ എന്ന് പരാമർശിച്ചിട്ടുണ്ട്. The Bible, this Noah is portrayed, it is a preacher of righteousness. അനീതി നിറഞ്ഞ ലോകത്തിൽ, ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അതേ നോഹ പ്രസംഗിപ്പാനിടയായി തീർന്നു. A world that was corrupt with iniquity, trespasses, unrighteousness, defilement, Noah was able to preach the righteous gospel of God. ദൈവത്തിന് സ്തോത്രം. Praise be to God. ഭയങ്കരമായ ന്യായവിധി വരാൻ പോകുന്നു. A great impending judgment is at the door. ഒരു ഭയങ്കരമായ ശിക്ഷാവിധി വരുവാൻ പോകുന്നു. A horrendous punishment is on the way. ലോകം മുഴുവൻ ജലപ്രളയത്താൽ നശിപ്പിക്കുവാൻ പോകുന്നു. This world is going to be destroyed by the flood. ഈ ന്യായവിധിയെ കുറിച്ച് നോഹ വിളിച്ചു പറയുമ്പോൾ തന്നെ While Noah preached this judgment unto the world, രക്ഷണേണുള്ളതായ ഒരു രക്ഷയുടെ ദൂതും അറിയിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. simultaneously he was preaching about the way of rescuing salvation too. സുവിശേഷത്തിന് രണ്ട് വശമുണ്ട് പ്രിയപ്പെട്ടവരെ. Well, at once this gospel has got ഒരു two വശത്ത് sides. സുവിശേഷം അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷ, On the one side, punishment for the people who do not obey സുവിശേഷം the gospel. അനുസരിക്കാത്ത ഏത് വ്യക്തികളും ശിക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. In unambiguous terms, the word of God declares, anyone who does not obey the gospel shall be condemned. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഈ സുവിശേഷം സൗജന്യമായി അറിയിക്കുന്നത്. That's why tonight freely this gospel is declared to you. യേശു പറഞ്ഞു, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, സൗജന്യമായി നൽകുവീൻ. Jesus said, you have been given freely, therefore supply freely. വില കൂടാതെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. This gospel is given without any cost. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to ഒരു God. ഭയങ്കര ന്യായവിധി ലോകത്തിന് വരുവാൻ പോകുന്നു. A terrific judgment is waiting for this world. കാലഘട്ടത്തെ ഭൂമിയെ ദൈവം ജലപ്രളയത്താൽ നശിപ്പിച്ചുവെങ്കിൽ, In the past dispensation, if God had destroyed the world with the flood, ഇപ്പോഴത്തെ ആകാശത്തെയും ഭൂമിയെയും ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. no, God has kept the current heaven and the earth for fire. പ്രവാചകൻ ഇപ്രകാരം വിളിച്ചു പറയുകയുണ്ടായി, The prophet declared, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. lo, your day comes that's going to burn like a wind. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. The arrogant, all the evil people, the wicked ones shall be stubble. വരുവാനുള്ള ദിവസം പേരുകൊമ്പ് ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. They going to destroy everybody. It is going to consume that no spare the branch of the root. Thus says the Lord of hosts. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. പൗലോസ് പറയുന്നു, Saint Paul says, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി it നിയമിച്ചിരിക്കുന്നു. is appointed to man once to die and the judgment. പത്രോസ് അപ്പോസ്തലൻ പ്രകാരം പറയുകയുണ്ടായി, In the words of Apostle Peter, ഈ ആകാശവും ഭൂമിയും അതിന്റെ പണികളൊക്കെ വെന്തുപോകും. the heaven and the earth and the earth thereof shall be burnt. ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും. The great shout, the sky shall pass away. മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിയഴിയും. All the elements shall be consumed to ashes. ഒരു താൽക്കാലികമായ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We are subsisting on a temporary world. താൽക്കാലികമാണ് പ്രിയപ്പെട്ടവരെ. Well, at once our life is only transitory. 70-80 വർഷം ഈ ലോകത്തിൽ ജീവിക്കുന്നു. We are surviving here for 70 at the maximum. ഈ take the curse. താൽക്കാലികമായ ലോകത്തിൽ നാം ജീവിച്ചു
ജീവിച്ചുകൊണ്ട് living in this destructive world, നിത്യമായ ശിക്ഷാവിൽ ഒഴിയുവാനും we must prepare for the everlasting hope. നിത്യതയിൽ നമ്മുടെ കർത്താവിനൂടെ ആയിരിക്കാനുമാണ് ഇന്ന് രാത്രി ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നത്. Tonight we declare this gospel unto you in order that we may be with the Lord in the everlasting kingdom forever. അതിനാൽ ഞാൻ ഇന്ന് ശിക്ഷാവിൽ വിടുതൽ പ്രാപിപ്പാൻ നമുക്കൊരു രക്ഷാമാർഗം തുറന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. For the same purpose we must be delivered from the path of punishment for which now we must accept this salvation. ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറമായിട്ട് 2000 years ago, കാൽവരിയിൽ തുറന്ന രക്ഷാമാർഗം, the passage of mission opened on the cross of Calvary. യേശുവാണ് രക്ഷാമാർഗം. That is the way which is Lord Jesus Christ. രക്ഷാമാർഗത്തെ കുറിച്ച് ഞങ്ങൾ ഇന്ന് വിളിച്ചറിയിക്കുകയാണ്. Today we declare unto you about the mission of salvation. ദൈവത്തിന് സ്തോത്രം. Praise be to എന്താണ് God. ലോക സുവിശേഷം അറിയിക്കുന്നത്? Why do we declare this gospel? വലിയ മഴ പെയ്യാൻ പോവുകയാണ്. The great rain is waiting. 40 സംവത്സരം മഴ പെയ്യും. 40 years there shall be rain. 40 ദിവസം മഴ പെയ്യും. 40 days there shall be rain. ഈ ലോകം പൂർണ്ണമായിട്ട് നശിച്ചു പോകും. This world is going to be totally marooned. ദൈവത്തിന് സ്തോത്രം. Praise be to അപ്പോൾ God. തന്നെ നോഹ അറിയിക്കുന്നു, അതേ ഒരു പെട്ടകം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു. Meanwhile Noah prepares an ark is prepared for you. ഒരു പെട്ടകം നിങ്ങൾക്ക് രക്ഷയ്ക്കായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. In order to rescue you, an ark has been prepared. വിശ്വസിക്കുന്നവർക്ക് ആ പെട്ടകത്തിൽ കയറി രക്ഷ പ്രാപിപ്പാൻ കഴിയും. Those who believe you can enter there and be saved. ആ പെട്ടകത്തിന് 300 മുഴം നീളമാണ് പ്രിയപ്പെട്ടവരെ. The length is 300 cubits. 50 മുഴം വീതിയുണ്ട്. The width is 50 cubits. 30 മുഴം ഉയരമുള്ള ഒരു പെട്ടകം. And the height of the ark is 30 cubits. ഗോഫർ മരം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. It was made with the wood of gopher. അകത്തും പുറത്തും കീൽ തേച്ചിരിക്കുകയാണ്. It was pitched within and without. അതിന് ആകെക്കൂടെ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. There is only one door. മാത്രമല്ല അതൊരു കിളിവാതിലും കൂടെ ഉണ്ട് പ്രിയപ്പെട്ടവരെ. Moreover, it had got windows. ഈ വാതിൽ കൂടിയാണ് അകത്ത് പ്രവേശിക്കേണ്ടത്. Through the windows only one has to ഈ പെട്ടകം enter. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ്. This window typifies Lord Jesus Christ. ആ വാതിലും യേശുക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. Door also speaks about Lord Jesus Christ. ഇതാണ് യേശു തമ്പുരാൻ പറഞ്ഞത്, Lord Jesus Christ say, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. I am the door, whoever enters through me shall be spared. ഹല്ലേലൂയ. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. He that enters through me shall be saved. ദൈവത്തിന് സ്തോത്രം. Praise be to God. ശിക്ഷയിൽ അവൻ വിടുതൽ പ്രാപിക്കുമെന്ന്. We must find deliverance from condemnation. വീണ്ടും യേശു പറയുകയുണ്ടായി, What did Jesus say? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. I am the way, the truth and the life. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. None shall reach the Father save through me. ഈ ലോകത്തിൽ എത്രയോ മഹാന്മാർ അവതരിച്ചു പ്രിയപ്പെട്ടവരെ. Plenty of outstanding stalwarts came എത്രയോ to the world. മത ആചാര്യന്മാരുണ്ടായിരുന്നു. Many harbingers were there. എത്രയോ ചക്രവർത്തിമാരുണ്ടായിരുന്നു. Many emperors were there. എത്രയോ തത്വജ്ഞാനികൾ ഉണ്ടായിരുന്നു. Many philosophers were എന്നാൽ there. അവർക്കാർക്കും തന്നെ അവകാശപ്പെടാൻ കഴിയാത്ത ഒരു കാര്യമാണ് യേശു അവകാശപ്പെട്ടത്. There is something none of us could claim. Jesus യേശു claimed. പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. Jesus claimed, I am the way, the truth and the life. ഞാൻ വാതിലാകുന്നു. I am the door. അതിനാൽ ഇന്ന് രാത്രി ഞങ്ങൾ ആ രക്ഷകനായ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. Tonight we introduce unto you that Jesus who is the Savior. ഈ പെട്ടകത്തിലേക്ക് കയറി വരുവാൻ ഞങ്ങൾ സുവിശേഷം അറിയിക്കുകയാണ്. We beckon you with the gospel. Ye not find access to this ark. യേശുവിലേക്ക് കടന്നു വരിക. Oh, come on, come into this ark. യേശു ഒരു മതത്തിന്റെ ദൈവമല്ല പ്രിയപ്പെട്ടവരെ. Jesus is not the God of a particular religion. യേശു ക്രിസ്ത്യാനികളുടെ ദൈവം മാത്രമല്ല. He is not exclusively the God of യേശു Christians സകല only. മാനവരാശിയുടെ ദൈവമാണ്. Jesus is the God of all mankind. ദൈവത്തിന് സ്തോത്രം. Praise be to ഞങ്ങൾ ഈ God. പ്രസംഗിക്കുന്ന ദൈവവചനമുണ്ടല്ലോ, There is a word of God which He അത് preached unto you. ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമല്ല പ്രിയപ്പെട്ടവരെ. It is not the religious book of the Christians. ഇതൊരു മഹൽ ഗ്രന്ഥമാണ്. It's a great book. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ് പ്രിയപ്പെട്ടവരെ. It is a counsel of God and mankind has been recorded here. അതിനാൽ ഞങ്ങൾ ഇതാണ് ഈ രാത്രികാലം നിങ്ങളോട് വിളിച്ചു പറയുന്നത്. Tonight the same thing is proclaimed unto you. അതിനാൽ ആ രക്ഷകനായ ക്രിസ്തുവിലേക്ക് വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. We beckon you, come unto Lord Jesus Christ, who is the Savior. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യശയ്യാപ്രവചനത്തിലായി പ്രകാരം വായിക്കുന്നുണ്ട്. യശയ്യാപ്രവചനത്തിൽ യേശു പ്രകാരം പറയുകയാണ്. In the voice of Lord Jesus Christ said, പ്രവാചകൻ യേശുവിന്റെ കാൽവരിയെ നോക്കി പറയുകയാണ്, looking at the Calvary, the prophet says, സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളുവീൻ. all the ends of the earth, look unto me and be saved. ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല. Except me, there is no more Savior. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്നാൽ യേശുവാകുന്ന രക്ഷകനിലേക്ക് കടന്നു വരുവാൻ
ഇന്ന് പ്രാരംഭമായി ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. At the outset, we remind you to come unto Lord Jesus Christ. He is the door of salvation. ആരെങ്കിലും പുതിയ ആത്മാക്കളായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, If there is any soul tonight inclining to your ഈ voice, രക്ഷകനിലേക്ക് കടന്നു വന്നിട്ട് after coming to the Savior, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് make a confession of the sins, forsake the same. വരുവാൻ പോകുന്ന ഭയങ്കരമായ ശിക്ഷാവിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. We remind you to be delivered from the impending catastrophe. യേശുവിന്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് During the days of the open ministry of Jesus Christ, അനേക പാപികൾ കടന്നു വന്ന് യേശുവിന്റെ രക്ഷ പ്രാപിപ്പാനിടയായി തീർന്നു. many sinners came into the Lord and obtained salvation. ആ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനായിട്ട് ഇടയായി തീർന്നു. You were able to find deliverance from condemnation. നമ്മൾ കഴിക്കുന്ന യാഗങ്ങൾക്കോ വഴിപാടുകൾക്കോ ഒന്നും തന്നെ മനുഷ്യനെ രക്ഷയിലേക്ക് വഴി നടത്താൻ കഴിയത്തില്ല. The sacrifices and offerings offered by man could not lead man unto salvation. മനുഷ്യനെ ശിക്ഷയിൽ നിന്ന് വിടുവിപ്പാൻ കഴിയത്തില്ല. They cannot deliver man from the punishments. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. യെരൂശലേമിൽ യഹോവയിലേക്ക് പോയ ഒരു മനുഷ്യനെ കുറിച്ച് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. In the scripture we read a man who was moved from Jerusalem to Jericho. ആ യെരൂശലേമിൽ മനോഹരമായ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. He was leading a spectacular life in അത് Jerusalem. മനുഷ്യന്റെ പ്രാരംഭ അവസ്ഥയെ വെളിപ്പെടുത്തുകയാണ്. That speaks of an initial stage of man. ആ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, The very man who was created out of the image and likeness of God. ദൈവമായിട്ടുള്ള സംസർഗത്തിൽ അവൻ ജീവിക്കുന്നു. The man who maintained the communion, intimacy with ഒരു God. രാജാവിനെ പോലെ അവൻ കാണുകയാണ്. He was found like a king. ദൈവമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിൽ He meant the intimacy with God. നിത്യജീവനുള്ളവനായിട്ട്, He had life everlasting. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നിറഞ്ഞവനായിട്ട് He was crammed to all the heavenly വളരെ blessings. മനോഹരമായ ഒരു ജീവിതം നയിക്കുകയാണ്. He was leading a life of sublimity. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? Alas, what happened here? അതെ, യെരിഹോവിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. He happened to go to Jericho. യെരിഹോ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട സ്ഥലമാണ്. Jericho is a city of curse. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതെ, ഇന്ന് സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ്സറ്റവരായി ശാപത്തിന് കീഴിലും രോഗത്തിന് കീഴിലും കടപ്പെടുകയാണ്. Today, yet a man can commit it. They were succumbed to curse, sin and sicknesses. ലേഖനത്തിൽ പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, About them, Saint Paul says, ഒരു വ്യത്യാസവുമില്ല, without any difference, എല്ലാവരും പാപം ചെയ്ത് All- ദൈവ തേജസ്സറ്റവരായി തീർന്നു. all committed sin and came short of the glory of God. നമ്മുടെ പൂർവ്വപിതാവായ ആദാം പാപം ചെയ്തപ്പോൾ Our Adam forefather, അവന്റെ so he committed sin. സന്തതികളെല്ലാം പാപികളായി മാറ്റപ്പെട്ടു. His generations became sinners. നരനായി പിറകുന്ന സകലരും പാപികളാണ്. All the people followed them. They were the sinners. ദൈവസ്വരൂപം നഷ്ടപ്പെട്ടവരാണ്. They lost the image of ദൈവ God. സാദൃശ്യം നഷ്ടപ്പെട്ടവരാണ്. They lost the likeness of God. നിത്യജീവൻ നഷ്ടപ്പെട്ടവരാണ്. They lost life everlasting. തേജസ് നഷ്ടപ്പെട്ടവരാണ്. They lost the glory. ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടവരാണ്. They lost all the blessings. എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ട മനുഷ്യനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Today we notice a man who squandered all the blessings of God. അവൻ ശാപത്തിന് കീഴിൽ കാണപ്പെടുകയാണ്. He succumbed to curse. അതിന്റെ പരിണതഫലമായിട്ട് പലവിധമായ രോഗങ്ങൾ, Consequently, from the രോഗത്താലും sicknesses, ശാപത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. he is now haunted, embarrassed by sicknesses and curses. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ട് അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ് വഴിയിൽ ഇപ്പോൾ. He is stranded in the hands of thieves. He is wounded now. He is dead now. പൗലോസിന്റെ കഴിഞ്ഞകാല അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. About the afterlife, Saint Paul says, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, "Lo, wretched that I am, പാപത്തിന് അധീനമായ ശരീരത്തിന്റെ ആർ വിടുവിക്കും. who is able to deliver me from body of this death?" അപ്പോൾ തന്നെ അവൻ ആരാധന ഉണ്ടായിരുന്നു, Meanwhile, he had worship, വഴിപാടുണ്ടായിരുന്നു, he had sacrifices, ആരാധനാലയം ഉണ്ടായിരുന്നു, he had temples, പൗരോഹിത്യം ഉണ്ടായിരുന്നു, he had priesthood. അന്നത്തെ ന്യായപ്രമാണ പ്രകാരമുള്ള സകല കാര്യങ്ങളും ഉണ്ടായിരുന്നു. Touching the law, he had it all claims about the law. എന്നാൽ അതൊന്നും ഈ അരിഷ്ടാവസ്ഥയിൽ അവനെ വിടുവിപ്പാൻ ഇടയായി തീർന്നില്ല. But those things were not able to liberate him from the duress state, ശാപത്തിൽ വിടുവിപ്പാൻ ഇടയായി തീർന്നില്ല, not able to escape from the curse, രോഗത്തിൽ വിടുവിപ്പാൻ ഇടയായി തീർന്നില്ല, not able to deliver from sickness, പാപത്തിൽ വിടുവിപ്പാൻ ഇടയായി തീർന്നില്ല. not able to deliver from sin. അതുകൊണ്ടാണ് അവൻ നിന്നെ വിളിക്കുന്നത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. That's why he is lamenting, "Lo, wretched I am, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും?" who shall deliver me from this body susceptible to death?" അവൻ നിലവിളിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. When one see cries aloud, അതെ, ഈ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. the same was the true state of this man too. അർത്ഥപ്രാണനായി കിടക്കുകയാണ്. Now he
became semi-dead. നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയി. He lost eternal life. ജഡജീവൻ മാത്രമേ അവനെ കാണുന്നുള്ളൂ. He has only the physical health. കള്ളന്മാർ അവന്റെ വസ്ത്രം അഴിച്ചെടുത്തു. They striped off his garment. അത് തേജസ് നഷ്ടപ്പെട്ടതിനെ കാണിക്കുകയാണ്. It speaks about losing the glory. നിത്യജീവൻ നഷ്ടപ്പെട്ടവനായിട്ട് He lost eternal life. ആർക്കും സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ Nobody is able to help me here. പാപത്തിന് വിധേയനായിട്ട്, He succumbed to sin, രോഗത്തിന് വിധേയനായിട്ട്, addicted to sickness, ശാപത്തിന് വിധേയനായിട്ട് addicted to curse. അവനും ആ വഴിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. In the pitiable plight, he is crying ഈ aloud. അവസ്ഥയിൽ ഇന്ന് ഞങ്ങളെ വചനം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ In the midst of the state tonight, if anybody is inclined to the word of God, നിങ്ങളെ വിടിവിപ്പാനായിട്ട് യേശു നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. beloved ones, Jesus come to us, he not to deliver you. ദൈവത്തിന് സ്തോത്രം. Praise be to ആ God. വഴിയായിട്ട് ഒരു പുരോഹിതൻ കടന്നു വരുവാനിടയായി തീർന്നു. Little priest passes by that way. നല്ല മനോഹരമായ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുകയാണ്. He puts on attractive garment. ആ പൗരോഹിത്യ വേഷത്തിൽ ഏതോ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് പോവുകയായിരിക്കാം. The priestly uniform moves forward for the ministry. ചിലപ്പോൾ പള്ളിയിലോട്ട് പോവുകയായിരിക്കാം. Perhaps moving to the temple. എന്തുവായിക്കൊള്ളേ ആ പുരോഹിതൻ കണ്ടിട്ട് എതിർച്ചയാവെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. Inadvertently he has seen him. ഒരു പുരോഹിതൻ എതിർച്ചയാവെന്നു യാദൃച്ഛികമായിട്ട്. Inadvertently a priest notices. എന്നാൽ ആ പുരോഹിതൻ ഈ മനുഷ്യനെ കണ്ടിട്ട് സഹായിപ്പാൻ കഴിയാതെ മാറിപ്പോവുകയാണ്. Even after seeing this man, he is not able to, he passes by. സഹായിച്ചാൽ കൊള്ളാന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കാം. He has a desire to help. എന്നാൽ അവന്റെ പ്രമാണം അനുവദിക്കുന്നില്ല. The Lord taboos him. പുരോഹിതൻ ഡെഡ് ബോഡിയിൽ അടുക്കാൻ പാടില്ലെന്നാണ്. The priest should not touch the corpse. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. On seeing he is wigging at. അവൻ യാദൃച്ഛിയാവുന്നവനാണ് പ്രിയപ്പെട്ടവരെ. Inadvertently he notices him. അങ്ങനെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. Luke's gospel, that is what is mentioned. നമുക്ക് ഇപ്രകാരം അതിനെ കുറിച്ച് ചിന്തിപ്പാനായിട്ട് കഴിയും. We can think about that as the law. കഴിക്കുന്ന യാഗങ്ങളും വഴിപാടുകളും ഒക്കെയാണ്. The sacrifice offerings speak about the same. പുരോഹിതന്മാർ യാഗം കഴിപ്പാൻ വഴിപാട് കഴിപ്പാനുള്ളവരാണല്ലോ. Priests are meant to offer sacrifices and offerings. മനുഷ്യരെന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി, ശിക്ഷയിൽ വിടുവിക്കാൻ വേണ്ടി യാഗങ്ങളും വഴിപാടുകളും ഒക്കെ കഴിക്കുകയാണ്. They are offering sacrifices, offerings to deliver from punishment. വളരെ ദീർഘയാത്ര ചെയ്യുകയാണ്. They undertake pilgrimages. പല വിധത്തിൽ മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നോക്കുകയാണ്. You not to please man is making all kinds of attempts. എന്നാൽ അതിനൊന്നും അവനെ സഹായിപ്പാനായിട്ട് കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. Alas, they are not able to help this man. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. As we turn to Hebrews chapter 9. കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. That tabernacle is a shadow under the present season. അന്ന് കാണപ്പെട്ട സമാഗമന കൂടാരം, The tabernacle, the congregation, ഈ then പുതിയ നിയമസഭയുടെ ഈ കാലഘട്ടത്തിൽ സാദൃശ്യമായി കാണപ്പെടുകയാണ്. it is a shadow type into the New Testament period today. സഭയ്ക്ക് സാദൃശ്യമായി കാണപ്പെടുന്നു. It is a type into the church. നിത്യതയ്ക്ക് സാദൃശ്യമായിട്ട് കാണപ്പെടുന്നു. Type into eternity. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. That tabernacle is a shadow under the present church. അതിനൊത്തവണ്ണം ആരാധനക്കാരൻ കഴിക്കുന്ന വഴിപാടിനാൽ, യാഗത്താൽ അവന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം ലഭിക്കുന്നില്ല. Accordingly, by the sacrifices, the offerings, the fellowships, the worships undertaken, there's no peace at all. പൂർണ്ണ സമാധാനം ലഭിക്കാൻ കഴിയാത്ത വഴിപാട് യാഗവും അർപ്പിച്ചു പോന്നു. They went on after sacrifice offerings, which cannot effect any perfect peace. വായിച്ചാട്ടെ, വേദവാക്യം വായിച്ചാട്ടെ. Shall we go through that verse? ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം ലഭിക്കാൻ കഴിയാത്ത വഴിപാടും യാഗങ്ങളും അർപ്പിച്ചു പോന്നു. They went on sacrificing, offering sacrifices, which cannot effect any perfection in the mind. വഴിപാടുകൾക്കോ യാഗങ്ങൾക്കോ മനുഷ്യനെ അതേ ശിക്ഷയിൽ വിടുവിപ്പാൻ കഴിയത്തില്ല, രക്ഷ നൽകത്തില്ല, പൂർണ്ണ സമാധാനം നൽകത്തില്ല, ദൈവിക സന്തോഷം നൽകത്തില്ല. Sacrifices, offerings cannot deliver man from the clutches of sin, cannot effect peace in his life, cannot provide salvation in his life, cannot effect any joy and gladness in his life. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതേ വഴിപാട് യാഗങ്ങളെയൊക്കെയാണ് ഈ പുരോഹിതൻ കാണിക്കുന്നത്. This priest speaks about sacrifices and offerings. വീണ്ടും യാദൃച്ഛികമായിട്ട് ലേവ്യൻ വരുന്നുണ്ട്. ലേവ്യൻ Fortuitously, a Levite comes by that way. ലേവ്യനെ കണ്ടിട്ട് കാണാത്ത മട്ടിൽ പോകുകയാണ്. He also pretends as if he did not see. ലേവ്യന്റെ പ്രമാണവും അങ്ങോട്ട് അടുക്കാൻ അനുവദിക്കുന്നില്ല. The Levitical law does not permit him to approach. ഈ മനുഷ്യനെ സഹായിപ്പാൻ കഴിയാത്ത അവസ്ഥയിൽ പോകുന്നു.
He is not the capacity to help this man. He passes by. സഹായനായി കാണപ്പെടുകയാണ് ചെയ്യുന്നത്. He remains helpless in that context. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്താണ് ഈ ലേവ്യൻ എന്ന് പറയുന്നത്? What does Levite typify? അതേ ന്യായപ്രമാണത്തെ വെളിപ്പെടുത്തുകയാണ്. That speaks about the law. ദൈവത്തിന് സ്തോത്രം. Praise be to God. മനുഷ്യന് ജീവിക്കാൻ വേണ്ടി ദൈവം തന്നെയാണ് ന്യായപ്രമാണം കൊടുത്തത്. God has ordained the law for man to exercise. ദൂതൻ മുഖാന്തരം മോശയുടെ കയ്യിൽ 10 കൽപ്പനകളും അതിന്റെ ഉപപ്രമാണങ്ങളും ഒക്കെ എഴുതി കൊടുപ്പാടിയായി തീർന്നു. The 10 commands are written on the stone tablets. It was handed over to Moses. എന്നാൽ ആ പ്രമാണങ്ങൾക്കൊന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയത്തില്ല എന്ന് പ്രിയപ്പെട്ടവരെ. Sad to say, beloved people, those laws were not able to effect man unto salvation. മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിപ്പാൻ സാധിക്കുകയില്ലായിരുന്നു. Man cannot be led into perfection. അതുകൊണ്ടാണ് എബ്രായലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്. Wherefore, when we come to Hebrews chapter 10, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലില്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് അടുത്ത് വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. the law having a shadow of good things to come and the not very image of the things can never with those sacrifices effect the perfection. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു. The law was only a shadow of the sacrifice and offerings yet to come. കാണപ്പെട്ടതെല്ലാം നിഴലായിരുന്നു പ്രിയപ്പെട്ടവരെ. All the Old Testament sacrifices speak about only the shadow. മനുഷ്യ രക്ഷിപ്പാനോ പൂർണ്ണതയിലേക്ക് എത്തിപ്പാനോ സാധിക്കത്തില്ല. The law was not able to bring man unto salvation or lead unto perfection. ന്യായപ്രമാണത്താലും വഴിപാടുകളും യാഗങ്ങളാലും എന്താണ് മനുഷ്യൻ ലഭ്യമായത്? By the law, by the sacrifices, by the offerings, what was given to man? അതെ, അവന്റെ പാപം ക്ഷമിച്ചു, ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. His sins are covered and transgressions are forgiven. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. The psalmist therefore says, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. blessed is the man whose transgressions are forgiven and sins are covered. അവരുടെ യാഗത്താൽ, ന്യായപ്രമാണത്താൽ, അവരുടെ ആരാധനയാൽ അവർക്ക് ലംഘനം ക്ഷമിച്ചു കിട്ടുന്നു, പാപം മറച്ചു വെച്ചിരിക്കുകയാണ്. By the law, by the sacrifices, by the offerings, these transgressions are forgiven, but the sin is covered. അതുകൊണ്ടാണ് അവർക്ക് പാപത്തിന്റെ ഓർമ്മ വരുന്നത്. That's why they remember their sins. വീണ്ടും വീണ്ടും യാഗങ്ങളിപ്പാടിയായി തീരുന്നത്. Repeatedly they persevered to offer sacrifices. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അതെ, ഈ ന്യായപ്രമാണത്തിന് മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുകയില്ല. This law is not able to deliver man from the jaw of death. ദൈവത്തിന് മഹത്വം. Glory be to God. ഇപ്പോൾ ഇതാ ഒരു നല്ല ശമരിയക്കാരൻ വരികയാണ്. Meanwhile, the Samaritan comes. ദൈവത്തിന് സ്തോത്രം. Praise be to God. അവൻ ആ വ്യക്തിയെ കണ്ട ഉടനെ മനസ്സലിയുവാനായി തീർന്നു. No sooner did he see him than he was moved with compassion. മനസ്സലിയുള്ള ശമരിയക്കാരൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. Tonight, the good Samaritan full of compassion has paid visit to our midst. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതാണോ ഹല്ലേലൂയ? ശബ്ദത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതെ, ആ മനസ്സിലുള്ള ശമരിയക്കാരൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ നിലകൊള്ളുകയാണ്. True, that good Samaritan, good Savior is marching in our midst tonight. അവൻ രോഗികളെ കണ്ട് മനസ്സരിച്ചവനാണ്. He was moved with compassion on seeing the sick. രോഗശാന്തി വേണ്ടിയവരെയൊക്കെ സൗഖ്യമാക്കിയ മനസ്സിലുള്ള നല്ല ശമരിയക്കാരൻ. The most compassionate, good Samaritan, moved with compassion on seeing ഇന്ന് the sick. രാത്രിയും വേണ്ടിയവരെയൊക്കെ ദൈവം സൗഖ്യമാക്കാൻ പോകുക. Where is a need, the Lord is going to heal. വേണ്ടാത്തവർക്കൊന്നും കിട്ടത്തില്ല. Those who not need, you cannot receive anything. വേണ്ടിയവർക്ക് ഇന്ന് രാത്രി കർത്താവ് സൗഖ്യമെടുക്കാൻ പോകുകയാണ്. The needy are going to be healed. ഹല്ലേലൂയ. അവൻ ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കി. He preached the kingdom of God, healed those who need divine healing. ദൈവരാജ്യത്തിൽ മറഞ്ഞിരിക്കുന്ന, ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ദിവ്യ അനുഗ്രഹമാണ്, ശാരീരിക അനുഗ്രഹമാണ് ദൈവിക രോഗശാന്തി എന്നുള്ളത്. Divine healing is a physical blessing that is latent, that is hidden, constituent in the kingdom of God. ദൈവരാജ്യത്തെയും രോഗശാന്തിയും തമ്മിൽ പിരിക്കാനൊക്കത്തില്ല. Divine healing, kingdom of God cannot be separated. രണ്ടും ഒന്ന് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. Both speak about the same thing. അതുകൊണ്ടാണ് ദൈവരാജ്യത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. That's why about the kingdom of God, ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിൽ എത്രയാകുന്നു. the word of God is not in word but in power. വചനം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കാൻ വചനത്തെയല്ല ഉദ്ദേശിക്കുന്നത്. What does not speak about the word of God we preach? ലെക്ചറടിക്കുന്നതിലല്ല ദൈവരാജ്യം. ലെക്ചറടിക്കുന്നതിലല്ല ദൈവരാജ്യം. The kingdom of God is not simply in lecturing. തമിഴിൽ പറയുന്ന പേച്ചിലല്ല. In Tamil it is not in talking. ദൈവയുടെ രാജ്യം പേച്ചിലല്ല, വല്ലമയിലത്രേ. The kingdom of God is not in word but in power. ചുമ്മാ എന്തെങ്കിലും പറയുന്നില്ല ദൈവരാജ്യം. It is not babbling something. Is the kingdom of God. ദൈവരാജ്യത്തിന് ഒരു പവർ ഉണ്ട് പ്രിയപ്പെട്ടവർ, ഒരു ശക്തിയുണ്ട്. There is a power, there is an authority in the kingdom of God. പവർ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The power of the kingdom of God is making its operation tonight in the moment. ദൈവരാജ്യം ഞങ്ങൾ പ്രസംഗിക്കുന്നു. We preach the power of the kingdom of God. രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുന്നു.
The needy are going to be healed അവരെ tonight. സൗഖ്യമാക്കുവാനായിട്ട് കർത്താവ് മനസ്സലിഞ്ഞിരിക്കുക പ്രിയപ്പെട്ടവരെ. The Lord is moved with compassion to heal the sick. ഇങ്ങനെയുള്ള ഒരു നല്ല ശമരിയക്കാരനല്ലേ നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. The Lord has given us such a good Samaritan. പിതാവായ ദൈവം നമുക്ക് വേണ്ടി അയച്ചു തന്ന നല്ല ശമരിയക്കാരൻ, The good Samaritan who had been sent by the Heavenly Father. മനസ്സലിവുള്ള ശമരിയക്കാരൻ, The compassionate Samaritan. രോഗികളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ്. The Lord moved with compassion on seeing the sick. നമ്മുടെ രോഗാവസ്ഥ കണ്ട് മനസ്സലിയാണ് പ്രിയപ്പെട്ടവരെ. The Lord is moved with compassion on seeing we the sick people. ഏത് രോഗമായിക്കൊള്ളട്ടെ, Whatever is your sickness, ഡയബറ്റീസ് ആയിക്കൊള്ളട്ടെ, whether it is the diabetic ക്യാൻസർ ആയിക്കൊള്ളട്ടെ, or cancerous, രക്തസ്രവമായിക്കൊള്ളട്ടെ, or issue of the blood, മഞ്ഞപ്പിത്തമായിക്കൊള്ളട്ടെ, or the jaundice, ടൈഫോയിഡ് ആയിക്കൊള്ളട്ടെ, or typhoid, ഏത് രോഗത്തെയും സൗഖ്യമാക്കുന്ന മനസ്സലിയുള്ള നല്ല ശമരിയക്കാരൻ ഈ രാത്രി നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. the good Samaritan, the most compassionate Samaritan, the healer Samaritan has come to us, who is able to heal you. He is moved with the compassion. വിശ്വാസത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. Praise be to God. വീണ്ടും മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ Again, about his compassion, വിശന്നിരിക്കുന്നവരെ കണ്ട് മനസ്സലിഞ്ഞു. the Lord is moved with compassion, seeing the hungry. വിശന്നിരിക്കുന്നവരെ കണ്ട് മനസ്സലിഞ്ഞു. On seeing the hungry, he was moved with compassion. യേശുവിന്റെ കൺവെൻഷനിൽ ധാരാളം പുരുഷാരം കൂടി വന്നു. Many people gathered at the preach of the Lord. 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു. 20 വയസ്സിന് മുകളിലുള്ളവർ. 5,000 men, which means people about 20 years old. വലിയ സ്ത്രീകളും കുട്ടികളുടെ എണ്ണമൊക്കെ പറയണ്ടല്ലോ. Innumerable the company of the women and children. ഏതാണ്ട് 10,000 പേര് 25,000 പേര് കൂടി ഒരു കൺവെൻഷൻ. It was a convention gathered by around about 25,000 people. ഏതാണ്ട് നമ്മുടെ കൊട്ടാരക്കര കൺവെൻഷൻ പോലെ ഇരിക്കും. Nearly like into the Kottarakara convention. 20,000 പേര് കൂടിയിരിക്കുകയാണ്. Nearly 25,000 people assembled. 3 ദിവസം ഭക്ഷണമൊന്നും ലഭിച്ചില്ല. 3 days no food was served. സുവിശേഷം കേട്ട് അവർ അതിനകത്തങ്ങ് ലയിച്ചിരുന്നു. അതൊരു ഭോജനമായിട്ട് അങ്ങ് മാറി. They got dissolved, amalgamated into the gospel. ദൈവം അതിനൊരു ഭോജനമാണ് പ്രിയപ്പെട്ടവരെ. The word of God is a nutritious food. നിങ്ങൾ ആഗ്രഹത്തോടെ നിന്ന് ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിശപ്പും തോന്നത്തില്ല. If you are hungry after this and you will never feel any kind of hungry. കൺവെൻഷൻ കഴിഞ്ഞ് ചാപ്പാട് കഴിക്കാനേ തോന്നുന്നില്ല. After convention you will not have a desire to have the physical food. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, it is not with bread. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു. Every word that comes from the mouth of God man lives. വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. We have found out the word and have eaten. ദൈവത്തിന് സ്തോത്രം. Praise be to God. യേശുവിന്റെ വചനം കേട്ടിട്ട് അവർക്ക് വിശപ്പൊന്നും ഉണ്ടായില്ല. On hearing the word of Jesus, they didn't have any kind of thirst and hunger. ഒരു ബാലകൻ അവിടെ ഉണ്ടായിരുന്നു. There was a small boy. അവൻ 5 2 മീനും ഒക്കെ കൊണ്ടുവന്നിരുന്നു. He collected 2 fishes and 5 loaves. സുവിശേഷം കേട്ടപ്പോ അവനും കഴിക്കാൻ അങ്ങ് മറന്നുപോയി. On hearing the gospel, he forgot to eat it. പൊതിയും വെച്ചോണ്ട് അവന് നോക്കിയിരിക്കുകയാണ്. The parcel he was waiting. ഇന്നത്തെ രീതികളൊന്നും അല്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. It is not the present season then. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇപ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ യേശു അവരോട് മനസ്സലിഞ്ഞിട്ട് അവർക്കെല്ലാം ആഹാരം കൊടുത്ത് വിടുകയാണ്. After the meeting, he was moved with compassion. They had been given food. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമുക്കാകെ അല്പ ആവശ്യമായ ഭൗമിക ഭോജനം തരുവാനായിട്ടും ദൈവം മനസ്സലിവുള്ളവനാണ്. God is moved with compassion to supply the spiritual as well as the material food. ഇന്ന് അങ്ങനെ ആഹാരം ഇല്ലാത്ത മനുഷ്യരൊന്നും ഇല്ല. Today people are not without food. ഭൗമിക ഭോജനമൊക്കെ ഇപ്പൊ അധികം കൂടിപ്പോയിരിക്കുക. It is now the physical food is more. കൂടിപ്പോയതാ ഇപ്പൊ പ്രശ്നമായിരിക്കുന്നത്. It is the excess that becomes a problem. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇല്ലാത്ത ഒരു പരീക്ഷയാണ്, ഉള്ളത് മറ്റൊരു പരീക്ഷയാണ്. Often I would say one is a trial, excess is another trial. ഇല്ലാത്ത ഒരു പരീക്ഷയായിരുന്നു, one was a trial. ഇന്നിപ്പോ ഉള്ളതൊരു പരീക്ഷയായി മാറിയിരിക്കുക. Now excess is another trial. എന്നാലും ഭൗമിക ഭോജനം ഇല്ലാത്ത എത്രയോ പേരുണ്ടെന്ന് അറിയാമോ? Also many people without the physical food. കോടിക്കണക്കിന് ജനങ്ങൾ ഭൗമിക ആഹാരമില്ലാതെ വിശപ്പ് അനുഭവിക്കുന്നവരുണ്ട്. Millions of people are starving without having the material food. സോമാലിയയിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണണം. On see the children of Somalia. എല്ലാം അസ്ഥികൂടങ്ങളാണ്, അസ്ഥികോലങ്ങളാണ്. Mere skeletons only. അവർക്ക് ഒരു നേരം പോലും ഭക്ഷണം ലഭ്യമാകുന്നില്ല. Not to be a master of food is ഞങ്ങളെ given. ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഭക്ഷണമില്ലാത്തവരുണ്ടായിട്ടുണ്ടെങ്കിൽ, Is there anyone who is suffering from starvation? നിങ്ങളോട് മനസ്സിലുള്ള കർത്താവ് നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. Come on, most compassionate Jesus, come to us tonight. വേണ്ട ഭോജനം നിങ്ങളെ പോഷിപ്പിക്കുവാനായിട്ട് Grace will feed you, supply the nutritious food. നമ്മുടെ ദൈവം വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ. Our God is all faithful. കരയുന്ന കാക്കക്കുഞ്ഞിനവൻ ആഹാരം എത്തിച്ചു കൊടുക്കുന്നു. He is able to supply food to the chicks of the crowd. വേഴാമ്പലിന്റെ ദാഹവും തീർക്കുന്നു. He is quenching the thirst of the hot brew. നമ്മുടെ വിശപ്പും ദാഹവും തീർക്കയില്ലേ? So won't he just quench our thirst and hunger? തീർക്കുന്നവനാണ്. Indeed, he is able to satiate. ദൈവരാജ്യത്തിൽ ഇതെല്ലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ.
In the kingdom of God, everything is superfluous. അതുകൊണ്ടാണ് യേശുദമ്പുരാൻ പറഞ്ഞത്, That's why Jesus Christ said, മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, first seek ye the kingdom of God and his righteousness. അതോടുകൂടെ ഇതൊക്കെ ലഭിക്കും. Then all these things shall be added unto you. നമ്മൾ ഇതിന്റെ പുറകെ ഓടി നടക്കേണ്ട ആവശ്യമേ ഇല്ല. Let us not run after the same. ഇതെല്ലാം നമ്മുടെ പിന്നാലെ വന്നോളും പ്രിയപ്പെട്ടവരെ. On the contrary, these things shall follow അതുകൊണ്ട് us. കർത്താവ് മനസ്സലിവിലുള്ളതായിട്ട് രാത്രി നമ്മുടെ മധ്യമുണ്ട്. As a God of compassion, Lord Jesus Christ is മാത്രമല്ല, with us right now. നമുക്ക് ആത്മീയ ഭോജനം നിന്ന് പോഷിപ്പാനും നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. Moreover, the Lord is in our midst not to supply spiritual meat. നല്ല അപ്പോസ്തലിക ഉപദേശം നിങ്ങൾക്ക് തരുവാനായിട്ട് കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. The Lord is in our midst to supply the apostolic fellowship. നല്ല കട്ടിയായ ആഹാരം തരുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. The Lord is in our midst to give you the sound food. മേൽത്തരമായ ഗോതമ്പിനാൽ നമ്മെ പോഷിപ്പിക്കുവാൻ പോകുകയാണ്. He is going to feed us the choicest to eat. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ അതൊക്കെ ആഴമായി നമുക്ക് കേൾപ്പാനായിട്ട് സാധിക്കും. During the following days, we can have the deeper അതിനാൽ നമ്മുടെ doctrine. കർത്താവ് വിശന്നിരിക്കുന്നവരെ കണ്ട് മനസ്സലിഞ്ഞവനാണ് പ്രിയപ്പെട്ടവരെ. Our Lord has moved the compassion on seeing the മനസ്സലിവുള്ള നല്ല starved. ശമരിയക്കാരൻ നമ്മുടെ മധ്യമുണ്ട്. Therefore, the Lord who has moved the compassion on seeing the hungry is moving in our midst. ആത്മീയ വിശപ്പ് ശമിപ്പിക്കുവാനായിട്ട്, You not to satisfy your spiritual meat. You ഭൗമിക വിശപ്പ് ശമിപ്പിക്കുവാനായിട്ട് not satisfy your physical meat. മനസ്സലിവുള്ള യേശു നമ്മുടെ മധ്യമുണ്ട്. Jesus, compassionate God, is in our midst. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. വീണ്ടും വിശുദ്ധ തിരുവചനത്തിൽ നാം വായിക്കുന്നു, Again, when we read the Holy Bible, അവൻ ഇടയില്ലാത്ത ആടുകളെ പോലെ ചിന്നിയും ചിതറിയിരിക്കുന്നവരെ കണ്ട് മനസ്സലിഞ്ഞു. He was moved with compassion on seeing the scattered people without any shepherd. ഇടയില്ലാത്ത ആടുകളെ നമുക്ക് എവിടെയും കാണുവാൻ കഴിയും. The flock without shepherd can be noticed everywhere. ശരിയായിട്ട് മനുഷ്യനെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ. The state no proper leader to lead people അതിനാൽ അവർ disciplinely. ചിന്നിയും ചിതറിയും പോകാനിടയായി തീരുകയാണ്. Scattered and shuffled. എന്നാൽ ഇടയന്റെ നടത്തിപ്പിൻ കീഴിൽ Under the shepherd, നല്ല ഒരു യൂണിറ്റിയിലേക്ക് വരികയാണ്. brought unison, നല്ല ഒരു ഐക്യം. brought a fellowship. അവിടെ ചിന്നിയും ചിതറുന്ന അനുഭവമല്ല, Not a scattered and shuffled. നല്ല ഒരു ഐക്യതയിലേക്ക് ഇടത്തിന്റെ നടത്തിപ്പിലേക്ക് വരുവാനിടയായി തീരും. You are brought under a shepherd and a good leading. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? What does the word of God ഈ say? തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. There are the flocks not brought to this fold. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടതാകുന്നു. I got to bring them too. അവയെ നടത്തുക എന്നല്ല, അവയെ കൊണ്ടുവരേണ്ടതാകുന്നു. Not leading, they must be brought. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത എത്രയോ ആടുകൾ ഈ കോട്ടയം മണ്ഡലത്തിലുണ്ട്. With us in a Kottayam, many sheep not in അവരെ this കണ്ട് fold. കർത്താവ് മനസ്സലിഞ്ഞിരിക്കുകയാണ്. God is moved with compassion on seeing them. ദൈവത്തിന് സ്തോത്രം. Praise be to ഈ God. കൺവെൻഷൻ മുഖാന്തരം അവരെയും കൊണ്ടുവരാൻ പോകുകയാണ്. Through this convention, Lord is going to fetch them here. ഒരാട്ടിൻകൂട്ടവും ഒരിടയിലുമായി തീരും. One flock on one shepherd. 1000 ആണ്ടുവാഴ്ചയിൽ സംഭവിപ്പാൻ പോകുന്ന വിഷയമാണത്. During the millennial rule, this is going to be എന്നാൽ ഈ effective. അന്ത്യകാലത്ത് അത് ദൈവസഭയിൽ സംഭവിപ്പാൻ പോകുകയാണ്. During these last days, that's going to take place in the church of God. സഭയായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരാൻ പോകുകയാണ്. As a church, it is going to be united. സഭയായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരും. Congregation, it's going to come into us. ദൈവത്തിന് സ്തോത്രം. Praise be to God. മൂന്നാറിന്റെ ഒരു ലോക്കൽ കർത്താവിന് വേല ചെയ്യുമ്പോൾ, When is doing ministry at a local at Munnar, മാങ്കുളം എന്ന സ്ഥലത്ത് വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ I was doing ministry at Mangulam, അവിടെ തുച്ഛമായ കുറച്ച് ആത്മാക്കളെ ഉള്ളായിരുന്നു. very limited members were there. ഒരു ചെറിയ സഭ, It is a small church, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. only limited members. ദൈവത്തിന് സ്തോത്രം. Praise be to ഒരു God. ഞായറാഴ്ച രാവിലെ ഞാൻ നോക്കുമ്പോൾ One Sunday morning, കുറച്ചധികം പേര് നമ്മുടെ ആരാധന സംബന്ധിക്കാൻ വരികയാണ്. to my surprise, many people attended the meeting. അന്വേഷിച്ചപ്പോൾ അടുത്തുള്ള സഭയിലെ ആത്മാക്കളാ. At inquiry, the members belong to next congregation. അന്ന് അവരുടെ പാസ്റ്റർ ലീവ് എടുത്ത് എവിടെയോ പോയിരിക്കുക, ആരാധനയ്ക്ക് ലീവ് എടുത്തിട്ട് എവിടെയോ പോയിരിക്കുക. The then pastor availed leave and he went somewhere. അവരെല്ലാം കൂടി ആലോചിച്ച് എവിടെയാ നമുക്ക് ഇന്ന് പോകേണ്ടത്. They thought, where should we go today? അപ്പൊ മജോറിറ്റി ഭൂരിപക്ഷം ഉണ്ടായി, നമുക്ക് TPM പോകാം. Majority said, let's go to TPM. എല്ലാരും കൂടെ നമ്മുടെ ആരാധനയിലോട്ട് കയറി വന്നു. Collectively, they came to our fellowship. എനിക്കുണ്ടായ സന്തോഷം കൊണ്ട് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. My joy crossed beyond limits. ആത്മാക്കളെ ഇങ്ങോട്ട് കയറി വന്ന് ഭയങ്കര സന്തോഷം. New souls came there, I was much joyful. കൃപയാൽ കരുണയാൽ ദൈവം അന്ന് നല്ലൊരു ആഹാരവും നൽകി പ്രിയപ്പെട്ടവരെ. Graciously, mercifully, the Lord commanded good food. ഹല്ലേലൂയ. ആത്മീയ ഭോജനം മാത്രമല്ല, ഞങ്ങൾ ഭൗമിക ഭോജനോടെ കൊടുക്കുമായിരുന്നു. Not only spiritual meat, even physical meat is served. ഞങ്ങൾ കുറച്ച് പേരെ കാണത്തുള്ളൂ. എല്ലാരും കൂടെ ഇരുന്ന് ഞായറാഴ്ച ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചേ പോകത്തുള്ളായിരുന്നു. Limited people, we should sit together, have the food എത്ര and go. സന്തോഷപ്രദമായ അനുഭവമാണ്. What a joyful experience it was. ഇടയില്ലാത്ത ആടുകളെ പോലെ ചിരിയും ചിതറിയും നിൽക്കുന്നവരെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഈ രാത്രി മനസ്സലിയാണ് പ്രിയപ്പെട്ടവരെ. The Lord who has moved with compassion on seeing the flock is scattered and shuffled, on seeing the people without shepherd, he was
bringing them here. ദൈവത്തിന് സ്തോത്രം. Praise be to വീണ്ടും God. നാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ When we come to the New ആ Testament, കടംപെട്ട മനുഷ്യനെ കണ്ട് ഈ രാജാവ് യജമാനൻ മനസ്സിലായി തീർന്നു. on see the indebted man, this master, this king is moved with compassion. 10,000 താലന്ത് കടപ്പെട്ട മനുഷ്യൻ. He was indebted 10,000 talents. ദൈവത്തിന് സ്തോത്രം. Praise be to നിങ്ങളൊന്ന് God. ചിന്തിച്ച് നോക്കണം എത്ര ഭയങ്കര വെയിറ്റ് ആണെന്നുള്ളത്. Just imagine how much weight it is. ഒരു താലന്ത് 34 കിലോ എന്നാ പറയുന്നത്. എനിക്കറിയില്ല കേട്ടോ. He said that 1 talent is 34 kilograms. 10,000 താലന്ത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കണം. 10,000 talents. What about the kilo? ഭയങ്കര വെയിറ്റ് അല്ലേ? It is really huge weight. ഈ വെയിറ്റും താങ്ങിക്കൊണ്ടാണ് ഇവൻ നടക്കുന്നത്. Bearing this burden, this man was loitering. ഓരോ ദിവസവും ക്ഷീണിക്കുകയാണ്. Every day he becomes fatigued. ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. Where is that he is? ദൈവത്തിന് സ്തോത്രം. Praise be to Lord. യജമാനൻ കണക്ക് നോക്കി കേട്ടോ. The master settles the account. ദൈവമക്കളെ, നമ്മുടെ യജമാനൻ കണക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്. Whenever people of God is coming, our Lord is going to settle the account. നമ്മളാരും മറന്നു പോകരുത്. Do not forget that day. കണക്ക് പറയാനായിട്ട് യജമാന്റെ മുമ്പിൽ ചെന്ന് നമ്മൾ നിൽക്കണം. We ought to stand before the master to settle the account. എല്ലാ മിടുക്കനും മിടുക്കിയൊക്കെ പോയി നിന്നേ മതിയാകൂ. All the smart and efficient people have to stand before him. ആരും ഒഴിവുള്ളവരല്ല. You cannot have any subterfuge. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? What does the word of God say? മനുഷ്യൻ പറയുന്ന ഏത് നിസാരവാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. For any trivial word man articulates, on the day of judgment he has to give account. അതുകൊണ്ടാണ് യേശു പറഞ്ഞു നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കണം. ഇതിൽ അധികമായ ദുഷ്ടനിൽ നിന്ന് വരുന്നു. That's why Jesus said your yeah must be yeah, nay must be nay. What crosses come from the wicked. എന്താ അതിന്റെ അർത്ഥം? What's the meaning? 2 അക്ഷരം കൊണ്ട് മറുപടി പറയേണ്ട ഒരു ആൻസർ നിങ്ങൾ 3 അക്ഷരം ഉപയോഗിച്ചാൽ ഒന്ന് ദുഷ്ടനിന്ന. If an answer is to be given with the 2 letters alphabet, if it crosses that one, exceeds that one, your answer is wickedness. അത് ഞാനാണെങ്കിൽ ശരി. If it is I, നിങ്ങളൊരു സാധനം എടുത്തോ എന്ന് ചോദിക്കും. എടുത്തോ, ഇത് എന്നെ എടുത്തോ. I ask you, have you taken that? നിങ്ങൾക്ക് പറയും ഇല്ല എന്ന് പറയാം. You will negate it. 2 അക്ഷരം കൊണ്ട് തീർന്നു. With the 2 letters. പാസ്റ്റർ പറഞ്ഞു വന്നത്. Pastor, what do you say? ഇന്നാളല്ലേ പറഞ്ഞത്? That pastor said. എന്നാലും പറയേണ്ട ആൻസർ പറയത്തില്ല നമ്മള്. But still the answer is not given. എത്ര വാക്കോ എത്ര അക്ഷരം ഉപയോഗിക്കുന്നത്? How many letters, how many words they ഇത് use? ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാ ബൈബിൾ പറയുന്നത്. Bible says this originates from the wicked. നിങ്ങളുടെ വാക്ക് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. The yeah must be yeah, nay must be nay. മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. For every trivial word that man utters, on the day of judgment he has to settle account. അതുകൊണ്ടാണ് നമ്മുടെ വാക്ക് കൃപയോടായിരിക്കണം, ഉപ്പിനാൽ രുചിയായിരിക്കണം എന്ന് പറയുന്നത്. Therefore our words should be gracious, seasoned with grace. ഓരോരുത്തരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. We must know the manner of conversation with everybody. നമ്മൾ പഠിച്ചിരിക്കേണ്ട വിഷയങ്ങള്. These things we have to learn. ചിലർക്ക് ഇതൊന്നും അറിയത്തൊന്നുമില്ല. Some do not know all these things. 100 ഇങ്ങനെ നിൽക്കുക പറന്നു പോകാനായിട്ട്. They are at the forefront to keep on talking. അങ്ങനെയൊന്നും പറന്നു പോകത്തില്ല പ്രിയപ്പെട്ടവരെ. No, you will not fly up. ആയതുകൊണ്ട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് ഞാൻ നിങ്ങളുമൊക്കെ. I and you, one day we have to give account. സകലത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. For everything we have to give account. ഇപ്പോൾ യജമാനൻ രാജാവ് കണക്ക് നോക്കിയപ്പോൾ The master, the king settles account now. മത്തായി 10,000 രൂപ 10,000 താലന്ത് കടപ്പെട്ടിരിക്കുക. He is indebted 10,000 talents. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അവൻ വന്ന് അവനോട് പറഞ്ഞു നിന്റെ ഭാര്യ മക്കളെ എല്ലാം വിറ്റ് കടം തീർക്കാൻ പറഞ്ഞു. He says dispose the wife and children and clear off. അവൻ പറഞ്ഞു യജമാനെ ഞാൻ തന്നു തീർത്തുകൊള്ളാം. He says thy majesty, I'll clear everything. എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ Telling so, ഈ യജമാനൻ ഈ രാജാവ് ഇവനോട് മനസ്സലിഞ്ഞു. this master, this king is moved with ഇവനോട് compassion. മനസ്സലിഞ്ഞ് അവന്റെ കടം ഇളച്ചു കൊടുത്ത പ്രിയപ്പെട്ടവരെ. Having moved with compassion, he forgives all his debt. നമ്മുടെ കടം ഇളച്ചു തരുവാൻ ഇന്ന് രാത്രി മനസ്സലിയുള്ള യേശു നമ്മുടെ മധ്യേ ഉണ്ട്. The compassion of Jesus in our midst, in order to forgive all our debts. നല്ല സമരക്കാരൻ നമ്മുടെ മധ്യേ ഉണ്ട്. The good Samaritan is standing in our midst. നമ്മുടെ പാപക്കടങ്ങളെല്ലാം ഇളച്ചു തരുവാൻ ആഗ്രഹിക്കുകയാണ്. He wants to forgive all the debt of sin. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുവാൻ He ആഗ്രഹിക്കുകയാണ്. wants to forgive all our sins. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിപ്പാൻ He ആഗ്രഹിക്കുകയാണ്. wants to cleanse and sanctify our ഞങ്ങൾ sins. ദൈവമക്കളായിക്കൊള്ളട്ടെ. Let us become the people of God. പാപങ്ങൾ ഏറ്റവും ഉപേക്ഷിച്ചവരായിരിക്കാം. Perhaps you might have confessed and forsaken your എന്നാൽ sins. നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളൊക്കെ ക്ഷമിപ്പാൻ ശുദ്ധീകരിപ്പാൻ മനസ്സലിയുള്ളവനായിട്ട് അവൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. Still, all the sins that happened in your life, He is a God of compassion.
who is 10 minutes in order to cleanse and sanctify you, to forgive, to forget all the അവന്റെ mess. 10,000 താലന്ത് ഇളച്ചു കൊടുത്തു. 10,000 talents have been forgiven. നിങ്ങൾ ഇന്ന് ചിന്തിച്ചാൽ എത്ര വലിയ സന്തോഷമായിരിക്കും. You know, what a great joy he should have 10,000 experienced. താലന്ത് ഒരു വ്യക്തി തരണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനൊക്കുമോ? You need not repay 10,000 talents. Joy crosses all the സന്തോഷം limits. അവർണ്ണനീയമാണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് വർണ്ണിപ്പാൻ കഴിയത്തില്ല. Innumerable joy is a greatness in that man. വർണ്ണിപ്പാൻ നമ്മുടെ വാക്കുകൾ പോരെ പ്രിയപ്പെട്ടവരെ. Human language is insufficient to explain the greatness. 10,000 നാവ് ഉണ്ടെങ്കിൽ നമുക്ക് വർണ്ണിപ്പാൻ കഴിയത്തില്ല. Even though we have 10,000 talents, thanks we cannot അത്ര വലിയ explain. സന്തോഷമാണ് നമുക്ക് ലഭിക്കുന്നത്. Such a great joy the Lord has given us. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. ഇപ്പോൾ ഈ നല്ല ശമരിയക്കാരൻ മനസ്സലിഞ്ഞിട്ട് അവന്റെ മുറിവുകളെ എണ്ണയും വീഞ്ഞും പകർന്ന് കെട്ടുകയാണ്. Having been moved with the compassion, he is now binding all the ones, pouring oil upon them. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ നിലവിളിച്ചു കിടന്ന മനുഷ്യൻ, Lo, wretched that time, the man who had been crying, അർത്ഥപ്രാണനായിരുന്ന മനുഷ്യൻ, the man who is half dead, മുറിവേറ്റുന്ന മനുഷ്യൻ, the man who is lacerated, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മനുഷ്യൻ, the man who is sentenced to be killed. എന്നാൽ ഈ നല്ല ശമരിയക്കാരൻ അവനെ കണ്ട് മനസ്സലിഞ്ഞിട്ട് Behold, on seeing the good Samaritan, moved with the compassion, എണ്ണയും വീഞ്ഞും പകരുകയാണ്. he pours oil and wine. പഴയ കാലത്തൊക്കെ ഈ പ്രസംഗമൊക്കെ നമ്മുടെ ഇടയിൽ കേൾക്കാമായിരുന്നു. We can hear these messages in അതെ, the past. എണ്ണയും വീഞ്ഞും പകർന്നു. Pouring wine and oil. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്താണ് ഈ വീഞ്ഞെന്ന് പറയുന്നത്? What's the meaning of wine? യേശുവിന്റെ രക്തത്തെ വെളിപ്പെടുത്തുകയാണ്. That speaks of the blood of Jesus. ദൈവത്തിന് സ്തോത്രം. Praise be to God. ശിഷ്യന്മാരുടെ നേരെ വീഞ്ഞെടുത്ത് നീട്ടിട്ട് ഇത് പുതിയ നിയമത്തിലുള്ള രക്തമാണെന്ന് യേശു പറയുകയാണ്. The Lord has shown the wine of the disciples, telling, "This is my blood under the New Testament." മുറിവുകളെ കെട്ടുവാൻ നമുക്ക് യേശുവിന്റെ രക്തം ആവശ്യമാണ്. We need to have the blood of Jesus not to bind our wounds. പാപത്തിന്റെ മുറിവുകളെ കെട്ടുവാൻ ഇന്ന് യേശുവിന്റെ രക്തം നമ്മുടെ മധ്യേ ഒഴുകുകയാണ്. We not to bind the wounds of sin. The blood of Jesus Christ is flowing tonight in our midst. ദൈവത്തിന് സ്തോത്രം. Praise be to എന്താണ് God. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത്? What does he say? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. The blood of his son Jesus Christ sanctifies, cleanses from all our sins. രക്തത്താലുള്ള അനുഗ്രഹങ്ങൾ അനവധിയാണ് പ്രിയപ്പെട്ടവരെ. Plenty, innumerable are the blessings of the blood of Jesus. ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് രക്തം ആവശ്യമാണ്. From the beginning till the pageant, we need to have the service of the blood. രക്തവുമായിട്ടാണ് മഹാപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നത്. That is with the blood only, the high priest enters the most holy place. രക്തം കയ്യിലില്ലെങ്കിൽ മഹാപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പാൻ കഴിയത്തില്ല. Without the blood, he cannot enter the most holy place. ഈ മഹാപരിശുദ്ധ സ്ഥലം സിയോനെയും യെരൂശലേമിനെയും കാണിക്കുകയാണ്. That holy place speaks about Zion and Jerusalem. അവിടെ പ്രവേശിക്കാൻ നമുക്ക് രക്തം ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. We not to find entrance therein, we need to have this blood. എബ്രായർ 10:19 നാം വായിക്കുന്നത്, Hebrews chapter 10 verse 19. യേശു തന്റെ ദേഹമെന്ന തിരിശലിലൂടെ The body of Jesus Christ, the way, നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. open the new and living way. ജീവനുള്ള പുതുവഴി. It is a living way. യേശുവിന്റെ രക്തം അങ്ങനെ വഴി നമുക്കായി തുറന്നു പ്രിയപ്പെട്ടവരെ. The blood of Lord Jesus Christ opened a new way. അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി. The passage unto the most holy place. പ്രത്യാശയെന്നുള്ളത്. That is our hope. അതിനാൽ ആ രക്തം നമുക്ക് ആവശ്യമാണ്. Time and again, we need to have the same. രാത്രി ആ രക്തം നമ്മുടെ മധ്യേ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. That holy blood is trickling in our midst right now. ശുദ്ധീകരിപ്പാനായിട്ട്, In order to wash and sanctify, നമുക്ക് ജയം നൽകുവാനായിട്ട്. in order to supply victory. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. വെളിപ്പാട് 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, When we come to the book of Revelation chapter അവർ 12, കുഞ്ഞാടിന്റെ രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായി ജയിച്ചു എന്ന് കാണുന്നു. by the blood of the Lamb, by the word testimony, they overcame. ആ രക്തം നമുക്ക് ജയം നൽകുന്നതാണ് പ്രിയപ്പെട്ടവരെ. That blood is able to supply victory. ഈ നല്ല സമയക്കാരൻ വീഞ്ഞും എണ്ണയും പകർന്നിരിക്കുകയാണ്. The good Samaritan has yet poured oil and wine. അതിനെക്കുറിച്ച് അധികം വിവരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Not willing to elaborate. ആ വീഞ്ഞ് കർത്താവിന്റെ രക്തത്തെ വെളിപ്പെടുത്തുകയാണ്. That speaks about a victorious life. പാപമില്ലാത്ത രക്തം, A blood without പാപം sin. ചെയ്യാത്ത രക്തം, Blood without committing sin. പാപമറിയാത്ത രക്തം. A blood knowing not sin. യേശുവിന്റെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും പാപമില്ല പ്രിയപ്പെട്ടവരെ. Relevance in the body, in the heart, in the brain of the blood of God Jesus. There's no sin at all. ചിന്തയിൽ പാപമില്ല, In thought no sin. സ്വഭാവത്തിൽ പാപമില്ല, Character no sin. പ്രവൃത്തിയിൽ പാപമില്ല. Action no sin. അങ്ങനെയുള്ള ഒരു രക്തമാണ് നമ്മുടെ മധ്യേ ഒഴുകുന്നത്. Such a blood is flowing on it right now. അതാണ് കാൽവരിയിൽ ചൊരിഞ്ഞ രക്തം എന്നുള്ളത്. That's the blood trickled on the cross of Calvary. ദൈവത്തിന് സ്തോത്രം. Praise be to God. പടയാളി വന്ന് യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി. The soldier just appears a rib of Jesus. കുത്തി കുന്തം വലിച്ചൂരി കഴിഞ്ഞപ്പോൾ As he withdraw the spear, രക്തവും വെള്ളവും പുറപ്പെട്ടു. blood and water എന്ന് emanated. പറഞ്ഞാൽ
ഇനി ആ ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ല. which is not even a drop is remaining there. ആ നല്ല യൗവന പ്രായത്തിൽ At the prime youth, 33.5 വയസ്സിൽ 33.5 years, തന്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് ഊറ്റിത്തന്നു. he should even his lost blood on our cast. ഒരു പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം കേൾക്കുകയുണ്ടായി. Once in a preacher preached, I heard ഈ പടയാളി, ഈ യേശുവിനെ അവസാനം വന്ന് കുത്തിയ പടയാളി the soldier he pierced the rib of Lord Jesus Christ. കണ്ണിന് അല്പം കാഴ്ചക്കുറവുള്ള വ്യക്തിയായിരുന്നു പോലും. He had some problem with the eye. നേരാണെന്ന് എനിക്കറിയില്ല. I did not know. എന്നാൽ ഈ പടയാളി രക്തം കുന്തം കുത്തി വലിച്ചെടുത്തപ്പോൾ The soldier charged and withdrew. ആ ലാസ്റ്റ് തുള്ളി രക്തം ഇദ്ദേഹത്തിന്റെ കണ്ണിൽ പതിച്ചു പോലും. The last blood pumped out, fell on the eye of the soldier. കണ്ണിന് നല്ല കാഴ്ചയുണ്ടായി പ്രിയപ്പെട്ടവരെ. His eyesight was restored. കുത്തുന്നവർക്ക് പോലും കാഴ്ച കൊടുക്കുന്ന, സൗഖ്യം കൊടുക്കുന്ന രക്തമാണ് യേശുവിന്റെ രക്തം. Brother Jesus is wanted to supply you vision to the people who are pricking. ആ രക്തം നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുകയാണ്. That washes off all our നമ്മുടെ sins. പാപക്കറകളെ കഴുകിക്കളവാൻ മറ്റൊന്നിനും സാധ്യമായി തീരത്തില്ല. And nothing else is able to wash and sanctify the blood of our sin. പാപക്കറകളെ കഴുകുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. Only the blood of Lord Jesus is able to wash away the stain of our sin. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അവിടെ എണ്ണയും പകരുകയാണ്. He pours oil too. എണ്ണ എന്തിനെ വെളിപ്പെടുത്തുകയാണ്? What does oil speak about? പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ്. Speaks about the experience of Holy Ghost. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുണ്ടായല്ലോ, I say, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. He anoints my head with oil. ഓ എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. My cups overflows. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പരിശുദ്ധാത്മാവിന്റെ അനുഭവം പ്രാപിക്കണം. We must receive the experience of Holy Ghost. പ്രാപിക്കാത്തുണ്ടെങ്കിൽ വേഗത്തിൽ പ്രാപിച്ചുകൊള്ളണം. The anointed when I receive the same. ആത്മാവിന്റെ ഒരു നവീകരണം ഉണ്ടാകണം. There's an overflow experience in this Holy Spirit. പുതുക്കം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. There's a quickening experience in Holy Spirit. പഴക്കത്തില്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ ആരാധിക്കണം. Not in the oldness of letters, but in the newness of spirit. We must worship God. നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്, not to be the inheritors of the everlasting life. അല്ലെങ്കിൽ ആ മഹാപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കേണ്ടതിന്, in other words, not enter the most holy place. സിംഹാസനത്തിൽ ചെന്നെത്തേണ്ടതിന്, in order to reach the throne. രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ. It is not sufficient to get saved. പാപങ്ങൾ കഴുകിയാൽ മാത്രം പോരാ. not enough sins are washed. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. receive this Holy Ghost. പരിശുദ്ധാത്മാവിന്റെ നവീകരണം ഉണ്ടാകണം. have the overflow experience of Holy Ghost. തീത്തോസിന്റെ ലേഖനത്തിലെ പ്രകാരം വായിക്കുന്നുണ്ട്, in the place of Titus it is mentioned, നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്, to be the heirs of life everlasting, പുനർജനന സ്നാനം കൊണ്ടും by the blood of the regeneration. നമ്മുടെ മേൽ പകർന്ന ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ, it is by the regeneration of the water and the quickening spirit of the Holy Spirit upon us. നിത്യജീവന്റെ അവകാശികളായി തീരണമെങ്കിൽ, to be the inheritors of eternal life, പുനർജനന സ്നാനം ആവശ്യമാണ്. baptism of regeneration is required. പരിശുദ്ധാത്മാവിന്റെ നവീകരണം ആവശ്യമാണ്. quickening of Holy Spirit is required. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരെ, those who received the Holy Spirit, പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മിൽ ഉണ്ടാകട്ടെ. we must have the quickening revival of the Holy Ghost. ആത്മീയത്തിലേക്ക് പോയി ആത്മാവിൽ നിറയുന്നവരായി തീരുക. we must go tarry meeting, get അന്യഭാഷകൾ സംസാരിക്കുക, keep on talking in tongues. പരിശുദ്ധാത്മാവിന്റെ നവീകരണം ഉണ്ടാകട്ടെ. there must be the renovation of the Holy Spirit. പുതിയ ഭാഷ, പുതിയ ശക്തി, പുതിയ കൃപ, പുതിയ സന്തോഷം, new power, new anointing, new tongue, new joy. ദൈവത്തിന് സ്തോത്രം. praise be to God. ഈ എണ്ണയുടെ അനുഭവം പ്രാപിക്കേണ്ടതിന്, we don't have these novel experiences. നമുക്ക് പുനർജനന സ്നാനം ആവശ്യമാണ്. we need to get the baptism of regeneration. ദൈവത്തിന് സ്തോത്രം. praise be to God. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, saved people, ദൈവം രക്ഷിക്കപ്പെട്ട് ചിലപ്പോൾ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കും. sometimes after having saved you may receive the Holy Spirit. എന്നാൽ അവർ സ്നാനമേറ്റേ മതിയാകൂ. they cannot but take water baptism. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? what does the word of God say? വെള്ളത്താലും ആത്മാവിനാലും ജലിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. unless the person is born of water and spirit, he cannot enter the kingdom of God. പുതുതായി ജനിച്ചാൽ ദൈവരാജ്യം കാണാം. if you are born new, you can see the kingdom of God. ദൈവരാജ്യം കാണുന്ന അനുഭവമുണ്ട്. there's an experience of seeing the kingdom of God. ദൈവരാജ്യത്തിൽ കടക്കുന്ന അനുഭവമുണ്ട്. there's another experience of entering the kingdom of God. ദൈവരാജ്യം അവകാശമാക്കുന്ന അനുഭവമുണ്ട്. another experience of inheriting the kingdom of God. ദൈവരാജ്യത്തിൽ ചെറിയവനുണ്ട്. there are small in the kingdom of God. ദൈവരാജ്യത്തിൽ വലിയവനുണ്ട്. there are great in the kingdom of God. ഏറ്റവും വലിയവനുണ്ട്. there are the highest in the kingdom of God. പ്രിയ ദൈവമക്കളെ,
ജലസ്നാനം സ്വീകരിക്കണം. True, people of God, you have to accept water baptism. പുനർജനന സ്നാനം. That is what immersed water baptism. നോഹയുടെ പെട്ടകം അതിന് ഒരു നിഴലാണ് പ്രിയപ്പെട്ടവരെ. Noah's ark is a shadow unto the saints. രക്ഷയ്ക്ക് മാത്രമല്ല, Not only for salvation. സ്നാനത്തിനും നോഹയുടെ പെട്ടകം നിഴലാണ്. Noah's ark is a type and even ഈ baptism. സുവിശേഷമാണ് നോഹ വിളിച്ചറിയിച്ചത്. This Noah proclaimed this gospel. നോഹയുടെ പോലെ കാലത്ത് ഞങ്ങളെ വിളിച്ചറിയിക്കുകയാണ്. We proclaim like the days of Noah. പലപ്പോഴും പറയാറുണ്ട്, നോഹ ഈ പെട്ടകം പണിത് തീർത്തപ്പോ നോഹയ്ക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ലായി. Noah, when he completed the ark, he did not possess anything in this world. അന്ന് ഒരുപാട് സ്ഥലമൊക്കെയാണല്ലോ മനുഷ്യനുള്ളത്. Man had plenty of property. മാടുകൾ സകലതുമായിരിക്കും. He had cattle being everything. ഇതെല്ലാം വിറ്റ് നോഹ ഒരു പെട്ടകം പണിയുക. Noah sold, disposed of everything and built the ark. ഞാൻ ദൈവമക്കളോട് പറയുകയാണ്, Let me tell the people of God, നമ്മുടെ നന്മകളൊക്കെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി വിനിയോഗിച്ചാൽ വളരെ നന്നായിരിക്കും. your prosperities, if you construct for the building of the temple of God, it is good for ഇതെല്ലാം you. കത്തി നശിക്കാൻ പോകുക. Because these things are going to be consumed. ഇതെല്ലാം ഗവൺമെന്റ് ഏറ്റെടുക്കാൻ പോകുക. The government is going to take over everything. ബാങ്കിൽ കിടക്കുന്നൊക്കെ അവിടെ കിടക്കത്തേ ഉള്ളൂ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും ചിലർക്കൊക്കെ. The bank deposits will remain there. Some are going to have this heart attack. എല്ലാം അവിടെ കിടക്കത്തേ ഉള്ളൂ. Everything is going to remain there. പൈസ എടുക്കാനൊക്കത്തില്ല. You cannot take even a single penny. ഗവൺമെന്റിലേക്ക് പോകാൻ പോകുകയാണ്. Government is going to take over everything. ഏകാധിപതി ഭരിപ്പാൻ വരാൻ പോകുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. An autocrat is going to rule. Let us get ready. സകലം വിറ്റ് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ചെലവഴിച്ചോണം. Let us sell everything and use for the construction of the kingdom of God. വിറ്റ് കെട്ടുപണിക്ക് വേണ്ടി ചെലവഴിച്ചു. Noah sold everything and spent for the ark of God. പെട്ടകം ഇങ്ങനെ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. Now the ark is built there. ഇപ്പോൾ നോഹ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. Noah keeps on preaching the gospel. നോഹ കർത്ത ശുശ്രൂഷകർക്ക് നിഴൽ കൂടിയാണ് പ്രിയപ്പെട്ടവരെ. Noah speaks about even the workers of God. നോഹ സുവിശേഷം അറിയിച്ചവരെ ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. Like fashion, we proclaim the gospel in the world. ഞങ്ങളുള്ളതൊക്കെ വിറ്റും ഞങ്ങൾ ഒന്നുമില്ലാത്ത മനുഷ്യരായി ഇന്ന് സുവിശേഷം അറിയിക്കുന്നു. We sold everything, forsook everything, we don't possess anything. We proclaim the gospel in the world. എനിക്ക് ഭൂമിയിൽ ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല. I do not have any cent of land in this world. അതാവാസത്തിൽ എനിക്ക് വലിയ സന്തോഷം. I'm really joyful on the other hand. ഒന്നുമില്ലാത്ത വലിയ സന്തോഷമാ. There's a great joy that I do not possess anything. യാത്രയിൽ ലഗേജ് കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. That is just limiting your luggage is good for you. ലഗേജുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. People with a great luggage continue the journey. എത്തേണ്ട സ്ഥാനത്ത് എത്താനൊക്കത്തില്ല. You cannot reach the destination. കയറേണ്ട വാഹനത്തിൽ കയറാനൊക്കത്തില്ല. You cannot board the vehicle. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ലഗേജ് ഒക്കെ കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. Therefore just offload the luggage, good for the journey. ഇപ്പോൾ ഈ പെട്ടകം സ്നാനത്തിന് മുൻകുറിയായി കാണപ്പെടുകയാണ്. This ark is a type into water baptism. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to 1 Peter chapter 3, എന്താണ് പത്രോസ് പറയുന്നത്? what does Saint Peter say? പെട്ടകം സ്നാനത്തിനൊരു മുൻകുറി. That man the people is a type into water baptism. പെട്ടകത്തിൽ അല്പം ജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. A few people, 8 people through the ark brought to salvation. പെട്ടകം സ്നാനത്തിന് മുൻകുറിയാണ്. That is a type into water baptism. ഈ പെട്ടകത്തെ കുറിച്ച് നോഹ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ Once Noah preached about this ark, നമ്മളത് ചിന്തിക്കേണ്ട വിഷയമാ. this is something thought provoking. അത് പണിത് കാശ് മേടിച്ചോണ്ട് പോയ മനുഷ്യർ പോലും അതിനകത്ത് കയറിയില്ല. Even the carpenters who were present in service, they did not enter there. പണിത് കാശ് മേടിച്ചോണ്ട് മനുഷ്യർ പോലും ഈ നോഹയുടെ സുവിശേഷം വിശ്വസിച്ചു. The carpenters who built that ark received a salary, they did not enter. നമ്മുടെ അടുക്കൊക്കെ ഒന്ന് പണിയൊക്കെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. There are many people who do good works and approaches. പറയുന്നത് സുവിശേഷം ഒന്നും അവർ വിശ്വസിക്കാറില്ല. They do not believe this gospel. പണിത് കാശ് മേടിച്ചോണ്ട് പോലും സുവിശേഷം വിശ്വസിച്ചില്ല. They engage in construction, they do not obey the gospel. അറിവുള്ള മനുഷ്യരൊന്നും സുവിശേഷം വിശ്വസിച്ചില്ല. Even such people did not believe the gospel. ഒറ്റ മനുഷ്യന്റെ സുവിശേഷം വിശ്വസിച്ചില്ല. Not even a single individual believed the gospel. എന്നാ നോക്കണേ, കരടിയും കടുവയൊക്കെ വിശ്വസിച്ചു കേട്ടോ. But the bear, other animals believed. കടുവ, പുലി, leopard, tiger, everything. ഇതിനെയൊക്കെ നോഹ പോയി പിടിച്ചോണ്ട് വന്നതാണോ? Did Noah fetch everything? നോഹയുടെ സുവിശേഷത്താൽ ആകർഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, By the gospel they were allured. ഈ സൃഷ്ടികൾക്കെല്ലാം സുവിശേഷം നന്നായിട്ട് അറിയാം. All these creatures know this gospel well. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, That's what the word of God says. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ആകാംക്ഷയോട് കാത്തിരിക്കുന്നു. The creature is waiting for the manifestation of God, waiting awaitingly. ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ആകാംക്ഷയോട് കാത്തിരിക്കുക.
കാത്തിരിക്കുകയാണ്. Preachers are keenly waiting for the manifestation of the Son of God. സൃഷ്ടികൾക്കെല്ലാം ഇത് നന്നായിട്ട് അറിയാം. All the creations know this is thoroughly. ഒരിക്കൽ ഒരു ഭാഷ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുണ്ടായി, ശരിയാണെന്ന് എനിക്കറിയില്ല. At the time of the message, once when pastor preached, പാശ്ചാത്യ നാട്ടിലാണ്, അമേരിക്കയിലും കണ്ടാണെന്ന് തോന്നുന്നു. in the Western countries, suppose yes, അവിടെ ഇങ്ങനെ സുവിശേഷം, ഒരു ഭാഷ സുവിശേഷം അറിയിക്കുകയുണ്ടായി. the pastor was preaching the gospel. സുവിശേഷം അറിയിക്കഴിഞ്ഞ ഭാഷ പറഞ്ഞു, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. Pastor said, let's pray. പ്രാർത്ഥന ആവശ്യമുള്ള വരാൻ പറഞ്ഞു. Let's pray. Those who are in a prayer, please come forward. നമുക്ക് ഒറ്റ മനുഷ്യന് പ്രാർത്ഥനയ്ക്ക് വന്നില്ല. Not even a single individual reported. എന്നാ കുറച്ച് പശുവും ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. Some cows reported to be praying. പശുവിന്റെ ഒക്കെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. Pastor laid the hand on the cows and prayed. അപ്പൊ പശുവിന് സുവിശേഷം മനസ്സിലായി. The cow understood the gospel. സൗഖ്യമാകുന്നു മനസ്സിലായി. He prayed upon, they'll be healed. സുവിശേഷം മനസ്സിലായി പ്രിയപ്പെട്ടവരെ. The cows, animals understood. ഇഴജന്തുക്കൾക്കെല്ലാം മനസ്സിലായി. All the living creatures understood. പറവകൾക്കെല്ലാം മനസ്സിലായി. The fowls understood. മത്സ്യം പിന്നെ വെള്ളത്തിനകത്താണ്ട് അതിന്റെ അകത്ത് കയറിയിട്ടില്ലല്ലോ. But the fishes, they are in the water. മത്സ്യം വെള്ളത്തിനകത്തുണ്ട്. Fishes is there in the water. എല്ലാത്തിനെയും സുവിശേഷം മനസ്സിലായി. 7 വീരണ്ടും വെച്ച് കയറുകയാണ്. All the creatures understood the gospel. He entered there. ഈ ബുദ്ധിജീവികളെല്ലാം നോക്കി പറയുകയാണ്, പരിഹസിക്കുകയാണ്. നോക്കണം, all the so-called wise people mocked him, saying, പെട്ടകത്തിലേക്ക് നോക്ക്, കടുവ പോകുന്നു, കരടി പോകുന്നു, പുലി പോകുന്നെന്നും പറഞ്ഞ് പരിഹസിക്കുകയാണ്. the tiger, the leopard, bear, everything is in the ark, they are mocking it. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. വാതിലടച്ച് പ്രിയപ്പെട്ടവരെ, Lord is shut the door. ദൈവത്തിന് സ്തോത്രം. Praise be to God. വാതിലടയ്ക്കാൻ പോകുകയാണ്. Lord is going to close the door. ആർക്കും തുറക്കാൻ സാധിക്കത്തില്ല. None else can open thereafter. വാതിലടയുവാൻ പോകുകയാണ്. The door of grace is going to be shut down. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അതിന് മുമ്പായിട്ട് പെട്ടകത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. Before the letters enter the ark, യഥാർത്ഥ ജലസ്നാനം സ്വീകരിച്ചു കൊള്ളുക. take real water baptism. ദൈവത്തിന് സ്തോത്രം. Praise be to God. അതേ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ജലസ്നാനം സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ. In order to see the Holy Spirit of God, you have to take water baptism. എല്ലാവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്നുണ്ട്. God is showering upon the Holy Spirit upon all. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. That is what is noticeable in the home of Cornelius. ദൈവവചനം പ്രസംഗിച്ചപ്പോൾ as the word of God was preached there, വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. Holy Spirit came upon all the people who came to the word of God. ദൈവത്തിന് സ്തോത്രം. Praise be to God. പത്രോസ് എന്താണ് പറയുന്നത്? What does Peter say? നമ്മെ പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഇവരെ, those who receive the Holy Spirit like us, വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? who can prevent them from water baptism? ആർക്കും സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. None can. ദൈവത്തിന് പോലും സാധ്യമല്ല വെള്ളം വിലക്കുവാൻ. God cannot prevent water. അവരെ സ്നാനപ്പെടുത്തിയെന്നാണ് കാണുന്നത്. We read they baptized them. യഥാർത്ഥമായ സ്നാനം സ്വീകരിക്കണം. You have to take real water baptism. സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്ന ആഴമായ സത്യമാണ് ജലസ്നാനം. Water baptism is a serious doctrine. നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. This gospel is preached to you freely. ഞാൻ പറഞ്ഞു, അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ആഴമായ കാര്യങ്ങൾ കേൾക്കാം. You can follow it as you can hear deeper truths. സുവിശേഷത്തിലെ പ്രാരംഭ പടികൾ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. I'm talking about the preliminary aspects of the gospel. ദൈവമക്കളെ കൂടെ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. Let me remind about this water baptism. സ്നാനം എടുത്ത എല്ലാം ശരി തന്നെയാണ്. Water baptism you take, that's right. സ്നാനത്തിന്റെ പ്രതിഷ്ഠയിൽ നമ്മുടെ ജീവിതത്തെ കാത്തുകൊള്ളണം. We have to give a life on the dedication, consecration of water baptism. 6:11 എന്താണ് നാം വായിക്കുന്നത്? Audience of Romans chapter 6:14. പാപസംബന്ധമായി മരിച്ചവരെന്നും we are dead to sin. ക്രിസ്തുയേശുവിൽ നീതിക്ക് ജീവിക്കുന്നവരും നിങ്ങളെ തന്നെ എണ്ണുവീൻ. Reckon you are living alive unto righteousness. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, in this sin-clad life, ഈ അഴിമതി നിറഞ്ഞ ലോകത്തിൽ, in this world filled with corruption, നിറഞ്ഞ ലോകത്തിൽ, in this world filled with unrighteousness, നിറഞ്ഞ ലോകത്തിൽ, this filled with defilement, പ്രിയപ്പെട്ടവരെ, കറപറ്റാതെ ജീവിക്കണം. we have to live without any spot, കളങ്കമില്ലാതെ ജീവിക്കണം. without a blame. We must maintain our life. അതിന് നമുക്കൊരു തീരുമാനവും പ്രതിഷ്ഠയും ഏറ്റുപറച്ചിലും ആവശ്യമാണ്. We must have a confession, consecration and decision. ഞാൻ പാപത്തിന് മരിച്ചവനാണ്. I am dead to sin. പാപത്തിന് മരിച്ചാൽ മാത്രം പോലും നീതിക്ക് ജീവിക്കുന്നവരായിരിക്കണം. It is not if you are dead to sin, you have to remain alive unto righteousness. അവർക്കാണ് സ്നാനത്തിന്റെ അനുഭവത്തെ കാത്തുകൊള്ളുവാനും അതിൽ വളരുവാനും സാധ്യമായി തീരുന്നത്. Then only you can keep the experience of water baptism and grow in it. അതിനാൽ ജലസ്നാനം, പെട്ടകം സ്നാനത്തെ വെളിപ്പെടുത്തുകയാണ്. That's why this ark speaks about water baptism. ദൈവത്തിന് സ്തോത്രം. Praise be to God. യഥാർത്ഥമായ സ്നാനം സ്വീകരിപ്പാൻ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. I remind you to take the real water baptism. ആരെങ്കിലും സ്നാനമേൽക്കാത്തവർ ഞങ്ങളെ ശബ്ദം കേൾക്കുന്നെങ്കിൽ, if anybody is unbaptized listening to voice, ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. today the Lord is talking to you. സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. This gospel is communicated to you. സ്നാനം സ്വീകരിക്കണം. You have to take the real water baptism. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അപ്പോൾ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറപ്പാൻ ഇടയായിത്തീരും. Then God is able to fill us with the Holy Ghost. ആ എണ്ണയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരും. We will be brought to the experience of oil. ദൈവനാമത്തിന് അങ്ങോട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം.
അനുസരിക്കണം. The people who receive the Holy Spirit of God should obey the Spirit of God. ഇതൊരു അച്ചാരമായി നമുക്ക് നൽകിയിരിക്കുകയാണ്. This is given as an earnest. ഒരു മുദ്രയായി നമുക്ക് It നൽകിയിരിക്കുകയാണ്. is given as a seal. മുദ്ര എന്തിനെ വെളിപ്പെടുത്തുകയാണ്? What does the signet to say? ആരാണോ മുദ്രയിട്ടിരിക്കുന്ന ആ വ്യക്തിക്ക് അത് സ്വന്തമായിരിക്കുകയാണ്. It belongs to the person who has sealed. പരിശുദ്ധാത്മാവിനാൽ സ്വർഗ്ഗം നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. Heaven has attested us with the Holy Ghost. യേശു നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. Heaven has attested us with the Holy Ghost. യേശുവിന് നാം സ്വന്തമാണ് പ്രിയപ്പെട്ടവരെ. We belong to Jesus. യേശുവിന് നാം അവകാശമാണ്. We are the inheritance unto Jesus. അതാണ് എഫേസ്യർ 1:14 വായിക്കുന്നത്. In Ephesians chapter 1 verse 14. അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. This Holy Spirit that is earnest of the promise with which we have been sealed. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ദൈവത്തിന് സ്വന്തമാക്കി തീർക്കുന്നു. We have been sealed by the Holy Spirit. We are made God's possession. നാം മറ്റാർക്കും സ്വന്തമല്ല പ്രിയപ്പെട്ടവരെ. We do not belong to anybody else. നാം ലോകത്തിന് സ്വന്തമല്ല. We are not of the world. ആർക്കും മറ്റൊന്നിനും സ്വന്തമല്ല. We are not of anybody. നാം നമ്മുടെ ദൈവത്തിന് സ്വന്തമാണ്. But we are of God. ഹല്ലേലൂയ. അതിനാൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. Therefore we must obey the leading of the Holy Ghost. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാണ് വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നത്. What does the Saint Paul say? എഫേസ്യർ 5-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരുമ്പോൾ When we again come back to Ephesians chapter 5 പ്രകാരം വായിക്കുന്നുണ്ട്. verse number 30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. Grieve not the Holy Spirit of God, അവനാണല്ലോ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. with which you are sealed for the day of redemption. എല്ലാ കയ്പും All bitterness, എല്ലാ കുറ്റാരവും all malice, സകല ദുർഗുണവുമായി all evil നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. must be straight away. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന സ്വഭാവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കണം. We have to build them all the divine natures by the Holy Ghost. പരിശുദ്ധാത്മാവിനാൽ നാം നടത്തപ്പെടുന്നവരായി തീരണം. We must be guided by the Holy Spirit. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. The people of God are led by the Holy Spirit. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ വേഗത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊള്ളുക. Those who are unanointed very nigh receive the Holy Spirit. ഈ പെട്ടകം പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തെ അല്ലെങ്കിൽ സഭയുടെ അനുഭവത്തെ കൂടെ വെളിപ്പെടുത്തുകയാണ്. This ark also typifies the experience of the Holy Ghost of the church. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the Lord. ഇപ്പോൾ ആ പെട്ടകത്തിൽ എല്ലാവിധമായ ജീവികളുമുണ്ട്. All kinds of creatures are there in the ark now. ഭൂമിയിലുള്ള സകല ജീവികളുമുണ്ട്. All the creatures on the earth. ആ പെട്ടകത്തിനകത്ത് within that ark. അതാണ് ദൈവത്തിന്റെ സഭയുടെ അനുഭവം എന്ന് പറയുന്നത്. That's the experience of the church of God. ദൈവത്തിന്റെ സഭയിൽ എല്ലാവരുമുണ്ട്. All kinds of people are there in the church of God. സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ when we learn about church, സഭ ഏകമായിരിക്കണം. it must be universal. സഭ വിശുദ്ധമായിരിക്കണം. It must be holy. സഭ ശ്ലൈഹികമായിരിക്കണം. It must be one. സഭ കാതോലികമായിരിക്കണം. It must be apostolic. കാതോലികർ എന്ന് പറഞ്ഞാൽ സാർവത്രികമായിരിക്കണം. It must be universal. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാവരും ഉണ്ടായിരിക്കണം. All kinds of people should be included. സകല ജീവികളും ഉണ്ടായിരിക്കണം. All the creatures must be there. അതാണ് പത്രോസിനെ ഒരിക്കൽ ദൈവം കാണിച്ചു കൊടുത്തത്. That's why on one occasion the Lord showed it to Peter. ആകാശത്തിറങ്ങി ഒരു 4 കോണും കെട്ടിയ ഒരു തുപ്പട്ടി ഇറക്കി കാണിച്ചു കൊടുക്കുകയാണ്. There was a cell 4 corners of tide coming down from heaven. ദൈവത്തിന് സ്തോത്രം. Praise be to God. എന്താണ് പത്രോസിനോട് ദൈവം പറയുന്നത്? What does the Lord say to Peter? പത്രോസെ അറുത്ത് ഭക്ഷിക്കാൻ പറയുകയാണ്. Come on, slay and eat. പത്രോസ് പറയുന്ന അശുദ്ധമായതോ മന്നമായതോ ഇതുവരെ എന്റെ വായിൽ പോയിട്ടില്ല. Undefiled I haven't tasted so far. അതാണ് സ്വർഗ്ഗത്തിൽ ഉണ്ടാകുന്ന ശബ്ദം. There's a voice coming from heaven. ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയരുത്. Do not consider unclean what I have cleansed. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to the name of God. 4 വിധത്തിലുള്ള ജീവികൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. 4 kinds of creatures were there. ദൈവത്തിന് സ്തോത്രം. Praise be to God. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിലേക്ക് നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. In Acts Apostle chapter 11 we read about the same. ഇറക്കി കൊടുത്ത ആ തുപ്പട്ടിയിലേക്ക് നോക്കിയപ്പോൾ on looking at that vessel, പ്രകാരമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ when I gazed at the same. വായിച്ചാട്ടെ 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യല്ലേ? 11 ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ 4 വിധത്തിലുള്ള ജീവികൾ. When I looked at that, 4 kinds of creatures. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? What do they say? യഹൂദൻ, യവനൻ, ദാസൻ, സ്വതന്ത്രൻ. The Jew, the Greek, the bond, the free. പരിശുദ്ധാത്മാവിനാൽ യഹൂദനെ, യവനെയും ദാസനെയും സ്വതന്ത്രനെയും ചേർത്ത് ഒരു ശരീരമാക്കി തീർക്കുകയാണ്. By the Holy Spirit of God, the Jew, the Greek, the bond, the free, all are united to be one body. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം. 1 Corinthians chapter verse number 13. അവിടെ എന്താണ് പൗലോസ് പറയുന്നത്? What does Saint Paul say? യഹൂദന്മാരോ യവനന്മാരോ, the Jew or the Greek, ദാസന്മാരോ സ്വതന്ത്രരോ, the bond or the free, നാം എല്ലാവരും ഏക
ഏക ശരീരമാകുമാറ് We are to be the members of the same body, ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. baptized in the same spirit, drank the same spirit. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ആത്മാവിനെ പ്രാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ദിവ്യമായ അനുഭവം, This is a divine experience we inculcate as we receive this Holy Spirit. ശരീരമാക്കി നമ്മെ മാറ്റുന്നു. We are made the same body. ഒരു കെട്ടിടമാക്കി നമ്മെ മാറ്റുന്നു. We are made the same mansion. ശരീരം യുക്തമായി വളരേണ്ടിയിരിക്കുന്നു. This must be fitly framed together. കെട്ടിടം യുക്തമായി പണിയേണ്ടിയിരിക്കുന്നു. This must be compactly built പണിത് together. അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തണം. This must be brought to fruition. അതിന്റെ വളർച്ചയിലേക്ക് എത്തണം. This must grow under the ദൈവത്തിന് growth. സ്തോത്രം. Praise be to the അതിനാണ് Lord. നമുക്ക് ഈ കൂട്ടായ്മയുടെ ബന്ധവും ശുശ്രൂഷക്കാരെയൊക്കെ തന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ. For the same purpose, fellowship workers have been gifted. കൂട്ടായ്മയുടെ ബന്ധത്തിൽ ശുശ്രൂഷക്കാരാൽ നമ്മൾ നടത്തപ്പെട്ട് ആ പൂർണ്ണതയിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. In the fellowship we must be guided by the apostolic doctrine apostles. We must be brought to the perfection. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അങ്ങനെ പൂർണ്ണത പ്രാപിക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു എത്രയും വേഗം വരുവാൻ പോകുകയാണ്. We not together such as saints. Lord Jesus Christ is going to appear very soon. ഈ വലിയ പ്രത്യാശയാണ് നമുക്ക് സുവിശേഷം നൽകുന്നത്. This gospel supplies a sound hope. ഇന്ന് രാത്രിയും ഈ പ്രത്യാശയിലേക്ക് ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. Tonight we beckon you under this hope. ഈ സുവിശേഷത്തിന്റെ പ്രത്യാശയിലേക്ക് നമുക്ക് കടന്നു വരാം. Let us step into this great and glorious hope. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. Praise be to the Lord. മാത്രമല്ല ഈ സുവിശേഷം മറ്റ് പ്രത്യാശ നൽകുന്ന മറ്റൊരു അനുഭവത്തെ കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ്. In furtherance, this gospel is giving one more hope. ദൈവത്തിന്റെ സുവിശേഷം നമ്മൾ കഷ്ടത അനുഭവിക്കണമെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. This gospel says we must suffer. നമ്മൾ കഷ്ടത അനുഭവിക്കണം. We must suffer ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി, for the sake of the name of God. ക്രിസ്ത്യാനിയായിട്ട്, Being Christian, ക്രിസ്തുവിന്റെ നാമനിമിത്തം for the sake of the name of Christ. കഷ്ടത അനുഭവിക്കണമെന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. Very clearly the Bible says we must undergo tribulation. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? What does the word of God say? വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും Ye not to abide in the truth. വേഗം കഷ്ടം കൂടെ ദൈവരാജ്യത്തിൽ കടക്കണമെന്നും Through much tribulation ye must enter the kingdom of God. ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചവരുടെ മനസ്സുറപ്പിച്ചു പോന്നു. They were confirmed and exhorted the disciples. എന്തുകൊണ്ടെന്നാൽ ഈ കഷ്ടത നമുക്കൊരു വലിയ പ്രത്യാശ തരും പ്രിയപ്പെട്ടവരെ. Because these sufferings give us great hope. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, That's why Saint Paul says, കഷ്ടത സഹിഷ്ണുതയെയും sufferings give patience, സഹിഷ്ണുത സിദ്ധതയെയും patience experience, സിദ്ധത പ്രത്യാശയുള്ളവാക്കി experience creates hope. കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. In sufferings we are joyful. ദൈവപ്രകാരമുള്ള കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നതായിരിക്കും. Therefore the sufferings God give will be able to praise. പ്രിയ ദൈവമക്കളെ, നാം ഭയപ്പെടേണ്ട. Wherever people of God, let us not become panic നമുക്ക് stricken. നമ്മുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്താം. Let us strengthen our life. നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവം ഉറപ്പിക്കുന്നവരായി തീരാം. Let us ground settle our life in the presence of God. ഏത് കഷ്ടങ്ങൾ വന്നാലും Whatever is the trouble that comes, ആ കഷ്ടങ്ങളെല്ലാം സഹിപ്പാനായിട്ട് we not to suffer. നമുക്ക് ദൈവ കൃപ പ്രാപിക്കുന്നവരായി തീരാം. Let us receive the grace of God. ദൈവശക്തി സംഭരിക്കുന്നവരായി തീരാം. Let us accumulate the grace of God. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. Let me highlight one more point and wrap up my words. ഒരിക്കലും ചിത്രരചനാ മത്സരം നടത്താനിടയായി തീർന്നു. ചിത്രരചനാ മത്സരം. Once there was a painting competition. ദൈവത്തിന് സ്തോത്രം. Praise be to God. ആ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ചിത്രം ഇപ്രകാരമായിരുന്നു. This is a picture for which first place went. ഒരു ആടുന്ന കൊമ്പിൽ ഒരു പാടുന്ന കിളി. That is a singing parrot before a dancing branch. ഒരു ഉണങ്ങിയ മരം ഒരു ആറ്റോരത്ത് നിൽക്കുകയാണ്. A tree, there's a dried one on the bank of a river. ആറ് ജലം വെള്ളം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് കുത്തി ഒഴുകിക്കൊണ്ടേയിരിക്കുക. It is overflowing with water. അപ്പോൾ തന്നെ ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നുണ്ട്. There was a tempest. ശക്തമായ പേമാരിയും പെയ്തുകൊണ്ടിരിക്കുക. There was a torrential rain. ശക്തമായ മഴ പെയ്യുന്നു. There was a torrential rain. ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നു. There was a tempest. ആ ആറ് കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. The river was overflowing. അതിന്റെ ഓരത്ത് ഒരു ഉണങ്ങിയ കൊമ്പിൽ ഒരു കിളി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. On the bank, on the withered branch, a fowl was singing. ആടിക്കൊണ്ടിരിക്കുക. It was swaying here and there. എപ്പം വേണേലും ഒടിഞ്ഞു പോകാം. At any moment the branch may break. എന്നാൽ കിളിക്ക് അതൊന്നും പ്രശ്നമേ അല്ല. The bird does not bother about it. കിളി ഇരുന്ന് അവിടെ നല്ല മനോഹരമായ പാട്ട് പാടുകയാണ്. The parrot, the bird is singing beautiful song. ദൈവത്തിന് സ്തോത്രം. Praise be to God. ചിത്രത്തിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. That picture got the first prize. അതെ, നമ്മളും എങ്ങനെയായിരിക്കണം പ്രിയപ്പെട്ടവരെ? Well, once we too must be saying, ആടുന്ന കൊമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. we are on the branch which is swaying. ഭൂമി ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. This earth is swaying to and fro. എന്നാൽ ഈ കിളിക്കൊരു വലിയ ധൈര്യമുണ്ട്. This fowl has got a great confidence. കിളിക്കുള്ള ധൈര്യം എന്നറിയാമോ? What is the confidence of the bird? കൊമ്പൊടിഞ്ഞു പോയാൽ ഞാൻ പറന്നു പോകും. Once the branch breaks, I'll fly away. ഹല്ലേലൂയ. ഈ പ്രത്യാശ ദൈവമക്കൾക്കുണ്ടായിരിക്കണം. People of God must have this hope. അതെ, ഈ കൊമ്പൊടിഞ്ഞു പോകാൻ പോകുകയാണ് പ്രിയപ്പെട്ടവരെ.
branches going to break away. ദൈവത്തിന് സ്തോത്രം. Praise be to God. ദൈവത്തിന്റെ മക്കൾ പറന്നു പോകാൻ പോകുകയാണ്. The people of God are going to fly away. ചിലർ പറയുന്നുണ്ട് നിങ്ങൾ നമ്മളെ ഇവിടുന്ന് കുറെ നാൾ കഴിഞ്ഞ് പറഞ്ഞു വിടുമെന്നാ ചിലർ പറയുന്നു. Some would say after a short while we'll be sent off. ഒരു 3-4 വർഷം കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്നാ പറയുന്നത്. After some years you'll be sent away. നിങ്ങൾ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാതിരിക്കുക. No, let us not be sent away. What do you go away? അതിനാൽ പ്രിയ മക്കളെ നമുക്ക് ആ പ്രത്യാശയെ പുതുപ്പിക്കാൻ Therefore let us renew that hope. എല്ലാവരും ഞങ്ങളുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. Let us all close our eyes for a minute. കുട്ടികളെ മടക്കാം. Let us kneel down. യേശുവിന്റെ വരവേറ്റം അടുത്തിരിക്കുകയാണ്. The coming of Jesus is not much closer. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to ആ God. പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെയാണ്. That hope is an anchor of the soul. അത് നിശ്ചയമാണ്. That is the truth. അത് സ്ഥിരമാണ്. That is steadfast. തിരശ്ശീലക്കകത്തേക്ക് നമ്മെ കൊണ്ട് എത്തിക്കുന്നതാണ്. That shall take us within the veil. കപ്പലിലൊക്കെ നങ്കൂരം വെച്ചിട്ടുണ്ട്. കപ്പലിൽ In ship anchor is set. എന്തിനാണ് കപ്പൽ നങ്കൂരം വെച്ചിരിക്കുന്നത്? What's the purpose this anchor is set? കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ, When there is a tempest, വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടാകുമ്പോൾ, when there is a torrential rain, കപ്പലാടി ഉലയാൻ തുടങ്ങുമ്പോൾ as it is tossing, ആ നങ്കൂരം എടുത്ത് കടലിലേക്ക് ഇടുവാടിയായി the തീരും. anchor is set in the water. കപ്പൽ ഇങ്ങനെ ഉറച്ചു നിൽപ്പാടിയായി തീരും. Ship becomes steadfast. നമ്മൾ ഈ ലോകമാവുന്ന സമുദ്രത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. We are undertaking the voyage through this ocean of life. തുറമുഖമുണ്ട് പ്രിയപ്പെട്ടവരെ. There's a good harbor of hope. നമ്മളെ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നമ്മെ കൊണ്ട് എത്തിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. Lord is going to take us to the good harbor. അതിനാൽ നമുക്ക് ഈ നങ്കൂരം എടുത്തിടുന്നവരായി തീരാം. Let us set this anchor. എല്ലാവരും തങ്ങളുടെ കണ്ണുകളെ അടച്ചാട്ടെ. Let us close our eyes. പ്രത്യാശ നമുക്ക് നിറയപ്പെടാം. We feel the hope of God. നമ്മുടെ കർത്താവിന്റെ ഒരു ഏറ്റവും അടുത്ത് The coming of the Lord is very nigh. ഉണർത്തപ്പെടാം പ്രിയപ്പെട്ടവരെ. Let us be quickened. ശുദ്ധീകരിക്കപ്പെടാം. Be sanctified. പ്രത്യാശ നിറയപ്പെടാം. We feel the hope. ആമേൻ. കർത്താവേ വേഗം വരണമെന്ന് പറയുന്നവരായി തീരാം. Say, even so Lord Jesus Christ, come quickly. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ചേർമാൻ യേശു എത്രയും വേഗം വരുവാൻ പോവുകയാണ്. Jesus is coming very nigh to gather such people of God. ആ പ്രത്യാശകൾ നിറഞ്ഞുകൊണ്ട് നമുക്ക് മടങ്ങി പോകാം. Let us be filled with the hope of God and go back from this meeting. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May the Lord bless us with these words. ക്രിസ്തീശുവിനായി കഷ്ടം സഹിച്ചോർ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. ക്രിസ്തീശുവിനായി കഷ്ടം സഹിച്ചോർ നിത്യയുഗങ്ങൾ വാഴും സ്വർഗ്ഗ സിയോനിൽ. കേൾക്കാനായി തൻ കാഹളധ്വനി നാം പോകാനായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരി. കേൾക്കാനായി തൻ കാഹളധ്വനി നാം പോകാനായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരി. പ്രത്യാശയെന്നിൽ വർദ്ധിച്ചിടുന്നേ. അങ്ങ് ചെന്ന് കാണുവാൻ പ്രിയൻ പൊന്മുഖ. 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 പോകാനായി പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരി. പോകാനായി തൻ കാഹളധ്വനി നാം പോകാനായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരി. പോകാനായി തൻ കാഹളധ്വനി നാം പോകാനായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരി. പോകാനായി തൻ കാഹളധ്വനി നാം പോകാനായി ഈ പാർത്തലം വിട്ട് തേജസ്സേറുമ്പുരി. പ്രസംഗിക്കുകയാണ്. വരാൻ പോകുന്ന ന്യായവിധിയിൽ ഉണർവായ്പാനായി ആത്മരക്ഷയെ പ്രാപിപ്പാനായി കർത്താവായ യേശു വിളിക്കുകയാണ്. സകല ഭൂഷിമാവാസികളുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുവേൻ.
കർത്താവിലേക്ക് നോക്കുന്നുവെങ്കിൽ, കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ആ ന്യായവിധിയിൽ വിടുതൽ തീരുകയാണ്. മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് പാപത്തിൽ വിടുതൽ മാത്രമല്ല, ന്യായവിധിയിൽ വിടുതൽ തീരുകയാണ്. മാത്രമല്ല, വിശ്വാസം സ്വീകരിച്ച് പാപങ്ങളെ കഴുകിക്കളഞ്ഞ ദൈവത്തോട് നല്ല വർഷം പ്രാപിച്ച് നാം ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ യോഗ്യരായി തീരണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് കർത്താവ് നമുക്ക് ഒരുക്കുന്നതായ ആ നിത്യരാജ്യത്തിൽ കർത്താവിനോടുകൂടെ വാഴുവാൻ യോഗ്യരായി ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രാവശ്യം ദൈവമക്കളെ ആത്മാവിൽ നിറയുവാനായി ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താൽ മാത്രമേ ഈ രക്ഷ കഴിയുള്ളൂ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെല്ലാം ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കണം. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്രയായതായ ആ മനുഷ്യന് കള്ളനിലകപ്പെട്ടു. അവനെ അർത്ഥപ്രാണനായി മുറിവേറ്റവനായി വഴിയിൽ കിടക്കുകയാണ്. അവനെ സഹായിപ്പാൻ ആരുമില്ല. സഹായത്തിന് വേണ്ടി അവൻ നിലവിളിക്കുകയാണ്. ഒരു പുരോഹിതനായി കടന്നുപോയി. ആ പുരോഹിതൻ അങ്ങോട്ട് മാറി കടന്നുപോവുകയാണ്. അവനെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ഒരു ലേവിനെതിരായി കടന്നുപോയി. ആ ലേവിനെ മാറി കടന്നുപോയതായി കാണാൻ കഴിയും. ആ മൂന്നാമതാവിലെ സമരക്കാരൻ അതുവഴി കടന്നു വന്നു. അവൻ മനസ്സറിഞ്ഞു. അവന് മൃഗത്തിന് ഇറങ്ങി അവന്റെ അടുക്കിലേക്ക് ചെന്ന് അവൻ മുറിവുകളെല്ലാം കെട്ടി അവന് എണ്ണയും വീഞ്ഞും പകർന്നു. ഹല്ലേലൂയ. ആ സമരക്കാരൻ ആരാകുന്നു? സമരക്കാരനായ കർത്താവ് യേശു ആകുന്നു. മുറിവേറ്റ പ്രാണനായി നിലവിളിക്കുന്നതായ വ്യക്തിയെ കണ്ട മനസ്സരിയനായ കർത്താവ് ഈ രാത്രിക്കാലം നമ്മുടെ കടന്നു വന്നിരിക്കുകയാണ്. രോഗികളെ കണ്ട് മനസ്സിലായ കർത്താവ് നമ്മളെ കടന്നു വന്നിരിക്കുകയാണ്. പാപികളെ കണ്ട് മനസ്സിലായ കർത്താവ് നമ്മളെ കടന്നു വന്നിരിക്കുകയാണ്. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്തതായ ജനത്തെ കണ്ട് മനസ്സിലായ കർത്താവ് ഈ രാത്രിക്കാലം നമ്മളെ കടന്നു വന്നിരിക്കുകയാണ്. വിശപ്പുകളിൽ നടന്നിരിക്കുന്നതായ ജനത്തെ കണ്ട് മനസ്സിലായ കർത്താവ് ആമേൻ. ആ നല്ല സമരക്കാരൻ നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആ വീഞ്ഞ് എണ്ണയുമായി നമ്മുടെ അടുക്കലേക്ക് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശു രക്തം നമ്മെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം പോക്കുന്നു. നമ്മളെല്ലാ വേദന അകറ്റുകയാണ്. നമ്മളെല്ലാ കഷ്ടതകളും വിടിയിക്കുകയാണ്. യേശുവിന്റെ അടുക്കലേക്ക് അടുത്തെല്ലാം ആ നല്ല സമരക്കാരൻ ആ മുഴുവന് അർത്ഥപ്രാണനായി നിലവിളിക്കുന്നതായ ആ വ്യക്തി അടുക്കലേക്ക് അടുത്തെന്ന് അവനെ സഹായിക്കുകയാണ്. അവനെ എണ്ണയും വീഞ്ഞും പകരുകയാണ്. ആമേൻ. ഹല്ലേലൂയ. സമാധാനമില്ലാത്തവരായി പ്രത്യാശയില്ലാത്തവരായി ഇന്ന് നിലവിളിക്കുന്ന ജനത്തെ കണ്ട് മനസ്സിലുള്ളവരായ കർത്താവ് ഈ സന്ധ്യാസമേ കടന്നുവന്നിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവൻ വന്ന് അവന്റെ മുറിവുകളെല്ലാം കെട്ടി അവൻ എണ്ണയും വീഞ്ഞും പകർന്നു അവന്റെ വാഹനത്തിൽ കയറ്റി ഇതാ അവനെ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വഴിയമ്പലമാകുന്നതായ ആ ദൈവത്തിന്റെ ഭവനത്തിലേക്ക്, വിശ്വാസ ഭവനത്തിലേക്ക്, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. ആ ദൈവമക്കളെ നമുക്ക് യേശുവിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. ആ നല്ല സമരക്കാരനായ യേശു ഈ രാത്രിക്കാലം നമ്മുടെ കടന്നു വന്നിരിക്കുകയാണ്. നമ്മളെ മുറിവുകളെ കിട്ടുന്നവരാ ദൈവം. നമ്മുടെ രോഗത്തെ മാറ്റുന്നവരാ ദൈവം. രോഗികളെ കണ്ട് മനസ്സിലായ കർത്താവ്, പാപികളെ കണ്ട് മനസ്സിലായ കർത്താവ്, ഇടയിലില്ലാതെ ചിന്തിച്ചവരായി അലഞ്ഞു ഉഴലുന്നതായ ജനത്തെ കണ്ട് മനസ്സറിഞ്ഞവനായ കർത്താവ്
ഈ രാത്രികാലം നമ്മൾ കടന്നു വന്നിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. ദൈവത്തിന്റെ അടുക്കേക്ക് നമുക്ക് കടന്നെല്ലാം എല്ലാവരും കണ്ണടച്ച് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തെ നിലവിളിക്കാം. ആ അർത്ഥപ്രാണനായ മനുഷ്യൻ നിലവിളിക്കുകയാണ്. ആ നിലവിളി കേട്ടാണ് സമരക്കാരനായ ആ സമരക്കാരത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് ആര് നിലവിളിക്കുന്നു, ആര് ദൈവത്തോട് നിലവിളിക്കുന്നു, അവരെ സഹായിക്കുവാനായി ആ നല്ല സമരക്കാരനായ യേശു നമ്മുടെ കടന്നു വന്നിരിക്കുകയാണ്. ആ വീഞ്ഞ് എണ്ണയും പകരുകയാണ്. ആ വീഞ്ഞ് കർത്താവ് യേശു രക്തം. ഹല്ലേലൂയ. ആ എണ്ണ പരിശുദ്ധാത്മാവ് നമ്മളെ പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും ദേശീയപ്പെടാം, ആത്മാവശക്തി അതിലേപ്പെടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ആവശ്യ ദൈവമക്കളെ ആത്മാവിന്റെ അഭിഷേകത്തെ അതിലേപ്പെടുവാനായി എല്ലാവരും ഏൽപ്പിച്ചു കൊടുക്കുക. ലോകത്തിൻ പാപം ചുമപ്പാൻ യേശുനായകൻ ക്രൂശിലേറി നിരക്തമവൻ നിനക്കാൽ ചൊരിഞ്ഞ മഹസ്നേഹത്തെ ഓർക്കുക നീ. തിരുരക്തമവൻ നിനക്കാൽ ചൊരിഞ്ഞ മഹസ്നേഹത്തെ ഓർക്കുക നീ. നിന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോൽ പൂർണ്ണമായി സമർപ്പിക്കുക. 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 നാം നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നാം ഇവിടെ നിന്ന് പറന്ന് ഉയരേണ്ട സമയം അടുത്തിരിക്കുകയാണ്. ആ പക്ഷിയെക്കുറിച്ച് കേട്ടുവല്ലോ. ആ ഉണങ്ങിയ കൊമ്പിൽ അതിരിക്കുന്നെങ്കിലും കാറ്റുകൾ ഓളങ്ങളിലൊക്കെ വരുന്നെങ്കിലും അതിന് പ്രത്യാശയുണ്ട്. കൊമ്പൊടിയും ഞാൻ പറന്നു പോകും. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? നമ്മുടെ വാസനമായിരിക്കുകയാണ്. കാഹളം ധരിക്കും, ഞാൻ പറന്നുയരും. ആ പ്രത്യാശ എത്ര പേർക്കുണ്ട്? ഈ രാത്രികാലം ആ പ്രത്യാശയോട് വേണം നാം കടന്നു പോകുന്നത്. ഒരു നിമിഷമാണ് ദൈവത്തിന് സ്നേഹത്താ നിറഞ്ഞ ആത്മാവിന്റെ പ്രത്യാശയെ പതുക്കാം. ആ കർത്താവിനെ ഒരേറ്റ് വാസനമാക്കി ആയിരിക്കുകയാണ്. കാഹളം ധരിക്കുമ്പോൾ കർത്താവ് സ്വന്തം മത്സ്യരക്ഷരായി ഉയർക്കും, രൂപാന്തരം പ്രാപിക്കും. ഉയർന്ന് ദേശത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അഭാഗ്യകരമായ പ്രത്യാശ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുടെ രാജീവനെ വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ. ഒരു നിമിഷം മാത്രമേ മുമ്പിലുള്ളൂ. എല്ലാവരും ആത്മാവിനായി ഒരു നിമിഷം മാത്രം വീണ്ടും ഏൽപ്പിച്ചു കൊടുക്കാം. കാകളം കേൾക്കാറാ തന്റെ കാന്തയെ Hallelujah.
Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Amen. Hallelujah. 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 നമ്മുടെ കൺവെൻഷൻ വരുന്ന സർവശക്തനായ കർത്താവ് തേജസ്സോട് മഹിമയോടുകൂടെ നമ്മുടെ ഉദയ കടന്നു നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നതിനാൽ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. ആത്മാവിൽ പാടി കർത്താവ് സന്തോഷിപ്പാനും പ്രത്യാശയെ പുതുക്കുവാനും സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. അനുഭവമായ അനുഭവ സാക്ഷിയെ ജീവിക്കുന്ന ഒരു അനുഭവ സാക്ഷിയെ കർത്താവ് സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. സാക്ഷി വാചകം കേട്ട് എല്ലാവരെയും അത്ഭുത സാക്ഷിയാക്കി മാറ്റേണ്ടതിനായ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. ഈ രാത്രികാലവും കർത്താവ് നമ്മോട് തിരുവചനത്തിൽ കൂടെ ഹൃദയമായി സംസാരിച്ചതിനായ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. ആ പ്രത്യാശ നമുക്ക് ആത്മാവുള്ള അംഗം തന്നെയാകുന്നു എന്നുള്ള ആ വചനത്തെ ആസ്പദമാക്കി കർത്താവ് നമ്മോട് സംസാരിച്ചതിനാൽ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. അത് നിശ്ചയവും സ്ഥിരതയും തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നതാകുന്നു. ആ തിരശ്ശീലയ്ക്കകത്തേക്ക് ആ ദേശത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നതായ ആ സുവിശേഷ സത്യങ്ങളെ ഈ രാത്രികാലം കർത്താവ് നമ്മെ കേൾപ്പിച്ചതിനാൽ വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. സുവിശേഷത്തിലെ പ്രത്യാശയിൽ ഇളകിപ്പോകാതെ അത് സ്ഥിരതയുള്ളതായി കാണപ്പെടുവാൻ നമ്മെല്ലാവരെയും സഹായിക്കുന്നതിനായി വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. ആ രക്ഷയുടെ പ്രത്യാശാദിൽ നിലയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം. അതിനെ കേട്ട് എല്ലാവരെയും കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവരുന്നതിനായ സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം. സ്നാനമേൽക്കാനുള്ള സ്നാനത്തിന് ഒരുക്കുന്നതിനായ സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിലയ്ക്കുന്നതിനായ സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം. വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് കഷ്ടം സഹിച്ചുകൊണ്ട് പ്രത്യാശ നിറയപ്പെടുവാൻ എല്ലാവരെയും സഹായിക്കുന്നതിനായ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് പ്രത്യാശയിൽ സമർത്ഥിയുള്ളവരായി കർത്താവിന്റെ വരവിനായ ആകാംക്ഷയോട് ഒരുങ്ങിയിരിക്കാൻ എല്ലാവരെയും സഹായിക്കുന്നതിനായി വേണ്ടി സ്തോത്രം ചെയ്യാം. സ്വോത്രം സ്വോത്രം സ്വോത്രം. അതിനെ ഘോഷിപ്പാൻ ദേവദാസമായ ശക്തിയെ ചെയ്യാൻ സ്തോത്രം ചെയ്യാം. പ്രയോജനമുള്ളതിനായി ഉപയോഗിക്കുന്നതിനായ സ്തോത്രം ചെയ്യാം. ദൈവനാം എല്ലാത്തിലും മഹത്വമാക്കുന്നതിനായ സ്തോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. പിതാവാദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സുപുത്രനായ യേശുക്രിസ്തുവിനായ സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവാദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ കരുണയുള്ള പിതാവേ നന്നോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. അവിടെ ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ, ദേശത്തെ സ്നേഹിക്കുന്നതിനാൽ, കോട്ടയം പട്ടണത്തെ സ്നേഹിക്കുന്നതിനാൽ, ഈ വർഷയുടെ കൺവെൻഷൻ തന്നതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. കൺവെൻഷൻ ഒന്നാം ദിനം തന്നെ സ്വർഗീയ മഹിമയോടും ദേശോടും കൂടെ കർത്താവ് ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന് ഞങ്ങളുടെ കൺവെൻഷൻ അനുഗ്രഹം നടത്തിയതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. ആത്മാവിൽ പാടി കർത്താവ് സന്തോഷിപ്പാനും പ്രത്യാശ പുതുക്കുവാനും ദേശത്തെ നിലയപ്പെടുവാനും അവിടെ ഞങ്ങളെ സഹായിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ ജീവിതാനുഭവ സാക്ഷിയെ കർത്താവ് നൽകിയതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. തിരുവചനത്തിൽ നിന്നും അഴിമേറി സത്യങ്ങളെ കർത്താവ് അറിയിച്ചതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു. സുവിശേഷ പ്രത്യാശകളെ പോകാതെ സ്ഥിരതയുള്ളവരായി കർത്താവ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്നതായ പ്രത്യാശയെ ഞങ്ങൾ പ്രാപിച്ച് കർത്താവിനോടുള്ള ആ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതായ ആദ്യത്തിൽ കർത്താവിനോട് അപകാളികളാക്കിയ ശ്രേഷ്ഠവരെ സുവിശേഷങ്ങളെ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. രക്ഷിക്കപ്പെടാനുള്ളവരെ രക്ഷിക്കണമേ. സ്നാനപ്പെടാനുള്ള സ്നാനത്തിന് ഒരുക്കണമേ. പരിശുദ്ധാത്മ അഭിഷേകം പ്രായപ്പെടുന്നവരെ എല്ലാവരെയും പരിശുദ്ധാത്മ അഭിഷേകത്തെ നിറയ്ക്കണമേ. അപ്പോസ്തലമായ ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് കറ ചുളുക്കം മുതലായി ഒന്നുമില്ലാത്തവരായി കർത്താവിന്റെ വരവിനായി പ്രത്യാശയോടെ ഒരു കാത്തിരിപ്പാൻ വചനം കേട്ട എല്ലാവരും കർത്താവ് സഹായിക്കേണ്ടതായി ഞങ്ങളൊക്കെയോട് അപേക്ഷിക്കുന്ന സ്തോത്രം. രോഗികളെ കണ്ട മനസ്സിലായ കർത്താവ്, പാപികളെ കണ്ട മനസ്സിലായ കർത്താവ്, ഇന്ന് ഞങ്ങളുടെ മനസ്സിലുള്ളതായി ഞങ്ങളെ വിടുവിച്ചിരിക്കാൻ ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വചനം ഘോഷിമാരെ ശക്തിയിരിച്ച സ്തോത്രം. തുടർന്ന് ഇവരെ സൂക്ഷിക്കണമേ. തുടർന്നുള്ള ദിവസങ്ങളിലും സമർത്യാനുഗ്രഹം ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവിനെ ആസന്നമായിരിക്കാൻ പ്രത്യാശയോടുകൂടെ ജീവിച്ച് പ്രത്യാശ സമർത്ഥുള്ളവരായി കർത്താവിനെ ഒരുക്കപ്പെടുക എല്ലാ ദൈവമക്കളെ സഹായിക്കും. തിരുനാമത്തെ മഹത്വമാക്കും. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. നമ്മുടെ കർത്തരായ യേശു ക്രിസ്തുവിൻ കൃപയും പിതാവാകിയ ദേവനുടെ അൻപും പരിശുദ്ധാവിയാനവരുടെ ഐക്യവും പാതുകാപ്പും നമ്മുടെ എല്ലാവരോടും
விசேஷமாக தேவ சமூகத்தில் வந்த தெய்வீக ஆசீர்வாதங்கள் விடுதலையை பெற்ற எல்லா தேவ ஜனங்களோடும் கூட இன்று முதல் கொண்டு என்றென்றைக்கும் இருப்பதாக. அல்லேலூயா சொல்லுங்கள். அல்லேலூயா, அல்லேலூயா.